റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം 73 സമുദായമാകും. റസൂൽ പറഞ്ഞ എൻ്റെ സമുദായം 73 സംഘമാകും. അതിൽ ഒരു സമുദായം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദൻ എന്ന് പറഞ്ഞല്ലോ. ഈ മില്ലത്തൻ വാഹിദൻ എന്നതിൽ ഇപ്പം ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക, ചോദ്യം എത്രമാത്രം പ്രസക്തമാണ് എന്നറിയില്ല. അതായത് ഇപ്പോൾ നമ്മൾ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, ഈ സുന്നികളിൽ തന്നെ 3-4 വിഭാഗമുണ്ട്. അതുപോലെ പിന്നെ മുജാഹിദ് വിഭാഗവും അറിയപ്പെടുന്ന ഒരു 3 വിഭാഗം എനിക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. മുജാഹിദ് ആദർശം ഫുള്ളായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അറിയുന്നതിന് 3 വിഭാഗമുണ്ട്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമി, ഇങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളൊക്കെ ഈ 73-ൽ നമുക്ക് എണ്ണാൻ പറ്റുമോ, അതല്ലാതെ വേറെ പിന്നെ 73 വിഭാഗമാണോ ഉള്ളത് എന്നാണ് അറിയുന്നത്. അതായത് മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗമായി മാറും എന്ന് ഹദീസിൽ പഠിപ്പിച്ചു. ഇന്ന് കാണുന്ന ഈ വ്യത്യസ്തമായ വിഭാഗങ്ങളൊക്കെ ഈ 73-ൽ നമുക്ക് അങ്ങനെ എണ്ണാൻ പറ്റുമോ എന്നാണ്. അങ്ങനെ എണ്ണാൻ പറ്റൂല. അതല്ല 73. ഇപ്പോൾ സുന്നി 1, 2, 3 വിഭാഗങ്ങൾ, മുജാഹിദ് 2, 3 വിഭാഗങ്ങൾ, അങ്ങനെയൊക്കെ പാടല്ല 73 പറയുന്നത്. 73 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് 73 ആശയങ്ങളാണ്. ഒരു ആശയം ഒരു പക്ഷേ 10 ടീമിനടുത്തുണ്ടാവും. അതേ ടീമിന് വേറെ വിഷയത്തിൽ വേറെ ടീമിന് ആശയം ഉണ്ടാവും. അല്ലാതെ ഈ 73 സുന്നി, മുജാഹിദ്, ജമാഅത്ത് തബ്ലീഗ് ഇങ്ങനത്തെ 73 അല്ലത്. അതൊക്കെ ചില ഭൗതികമായ സൗകര്യങ്ങൾ മാത്രമാണ്. ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച സൗകര്യങ്ങളോ സംഘടനാ സംവിധാനങ്ങളോ ഒക്കെയാണത്. സംഘടനാ സംവിധാനത്തിൻ്റെ പേരിൽ മാത്രം അതൊരു വിഭാഗമായി അല്ലെങ്കിൽ അതൊരു 73 ഒരു എണ്ണം കൂട്ടി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതല്ല. അതുകൊണ്ടാണ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമുണ്ട്, അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന പേരിൽ. ത്വാഹിറുൽ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു അഹ്ലുസുന്നയുടെ വലിയ ഒരു ആലിം, അദ്ദേഹം 1000 കൊല്ലം മുമ്പ് എഴുതിയ കിതാബാണ് അൽ ഫർഖു ബൈനൽ ഫിറഖ്. വ്യത്യസ്തമായ വിഭാഗങ്ങളെ വേർതിരിച്ച് അവരുടെയൊക്കെ ആശയങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കിതാബാണ്. ആ കിതാബിൽ അദ്ദേഹം അന്നുള്ള 72 സംഘങ്ങളെ പേരെടുത്ത് പറയുന്നുണ്ട്. 72 സംഘത്തെ അന്ന് 1000 കൊല്ലം മുമ്പ് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പിഴച്ച ആശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായും അതിനുശേഷം ആ 1000 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് പിന്നെ വേറെ എത്ര വന്നിട്ടുണ്ടാവും അതേപോലെ. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണം, ഇനി ഏതു സംഘം വന്നാലും അന്ന് എണ്ണിപ്പറഞ്ഞ ആ സംഘങ്ങളിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ആശയമായിരിക്കും ഇനി വരുന്നവൻ പറയാൻ. പുതിയ ആശയം പറയാണ്ടാവില്ല. അപ്പൊ ഇത് കേവലം പാർട്ടി ആയിപ്പോയി അല്ലെങ്കിൽ ഒരു സംഘടന ആളായിപ്പോയി അതുകൊണ്ട് പോവാന് ശരീരപക്ഷത്താണ് അല്ലെങ്കിൽ ഒരു തെറ്റായ ആളാണ് എന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതൊരു വഴിയിലാണോ ആ വഴിയിൽ ഉള്ളവർ. ഇനി ചില ആളുകൾ ഈ വിഷയത്തിൽ അഹ്ലുസുന്നയിൽപ്പെട്ട ആളായിരിക്കും, പക്ഷെ ഒരു വിഷയത്തിൽ തെറ്റായ പാർട്ടിയുടെ നിലപാടുണ്ടാവും. അങ്ങനെയും വരാം. 100% അഹ്ലുസുന്ന പ്രകാരം പോകുന്നവരുണ്ടാകും, അഹ്ലുസുന്നയോട് അടുത്ത് നിൽക്കുന്നവരുണ്ടാകും. അഹ്ലുസുന്നയാണ്, ചില വിഷയത്തിൽ അവർക്ക് അഹ്ലുസുന്നയുടെ നയമല്ല, അങ്ങനെ ഉണ്ടാവും. മിക്കവാറും വിഷയത്തിൽ പിഴച്ചു പോയി, എന്നാൽ ചില വിഷയത്തിൽ അഹ്ലുസുന്ന നയമാണ്, അതുണ്ടാവും. അതൊക്കെ മനുഷ്യന്മാരിൽ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്. അപ്പൊ നമ്മളെ കൂട്ടായ്മയെ പറ്റി നമ്മുടെ നെയ്യത്ത് എന്താണ്? 100% അഹ്ലുസുന്നയുടെ നയമനുസരിച്ച് പോകണം എന്നതാണ്. ഏത് വിഷയത്തിലും അഹ്ലുസുന്നയുടെ നയം എന്താണോ അത് സ്വീകരിക്കുന്നതാണ്. ആ നിർബന്ധ ബുദ്ധി നമുക്കുണ്ട്. ഒരു പക്ഷെ മറ്റു സംഘത്തെടുക്കുമ്പോഴോ ചിലപ്പോൾ അവരുടെ പകുതിയേറെ വിഷയങ്ങളിൽ അഹ്ലുസുന്നയായിരിക്കും. എന്നാൽ ഈ വിഷയത്തിൽ ആ നിലപാട് അഹ്ലുസുന്ന നിലപാടല്ല എന്ന് പറയാൻ പറ്റും. ആ വിഷയത്തിൽ അവർക്ക് മുഅ്തസില നിലപാടാണ്, ഈ വിഷയത്തിൽ മുർജിയാക്കളുടെ നിലപാടാണ്, ഈ വിഷയത്തിൽ ഖദരികളുടെ നിലപാടാണ്, ഈ വിഷയത്തിൽ ശിയാക്കളുടെ നിലപാടാണ് എന്ന് പറയും. ബാക്കി എല്ലാത്തിലോ ഒരു ശരിയായിരിക്കും. അശ്അരികൾ 100% അഹ്ലുസുന്നയ്ക്ക് പുറത്താണോ? ഒരിക്കലുമല്ല. ചില വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിന്റെ അസ്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ റൂട്ട് അഹ്ലുസുന്നയുടെ റൂട്ടല്ല.
എന്നാ ബാക്കിയുള്ളോ നിസ്കാരം ഒരു 5 വക്താണ്, നോമ്പ് വയ്ക്കുക, റമദാൻ മാസം നോമ്പ് നിർബന്ധമാണ്, ഹജ്ജ് വയ്ക്കുക നിർബന്ധമാണ്. അവിടെയൊക്കെ അഹ്ലുസുന്നയുടെ നയമാണ്. എന്നാൽ വിശ്വാസ രംഗത്ത് ചില വിഷയങ്ങളിൽ അഹ്ലുസുന്നയുടെ നിലപാടല്ല. എന്നാ മലക്കളുടെ വിശ്വാസം, മുർസലീങ്ങളുടെ വിശ്വാസം, ഇവിടൊക്കെയോ അതിൻ്റെ അസ്ലിയായ കാര്യത്തിലൊക്കെ അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. വിശദാംശങ്ങളിലോ പലയിടത്തും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ നിലപാട് അഹ്ലുസുന്ന നിലപാടല്ല എന്ന് പറയാം. ആ വിഷയത്തിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു നാട്ടിൽ അഹ്ലുസുന്ന ഇല്ലെങ്കിൽ അവിടെ അശ്അരികൾ മാത്രമാണെങ്കിൽ ആ അശ്അരികളാണ് അഹ്ലുസുന്നയോട് ഏറ്റവും അടുത്ത വർണ്ണ. അപ്പോൾ ആ ഒരു ആനുകൂല്യം മികച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കൂട്ടായ്മയെ നമ്മൾ എപ്പോഴും എടുത്തു പറയാൻ കാരണം വെച്ചാൽ എല്ലാ കാര്യത്തിലും ഏത് വിഷയത്തിലും അഹ്ലുസുന്ന നിലപാടെന്നാണോ അത് അതേപടി പൂർണ്ണമായും പാലിക്കണമെന്ന നിർബന്ധ ബുദ്ധി നമുക്ക് ഇതുവരെയും ഉണ്ട്. അത് നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ 100% അഹ്ലുസുന്നയിലാണ് പറയാൻ പറ്റും. എന്നാൽ ഒരു വിഷയത്തിൽ നമുക്ക് റൂട്ട് മാറിയാലോ ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് ശരിയല്ല എന്ന് പറയാൻ പറ്റപ്പോ ആ വിഷയത്തിൽ റൂട്ട് മാറി, ആ വിഷയത്തിൽ അഹ്ലുസുന്ന നിലപാടല്ല. അപ്പൊ ചില പണ്ഡിതന്മാരെ കുറിച്ച് പോലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമാം റാസി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരു കാലത്ത് ഫിലോസഫി ഗ്രീക്ക് തത്വചിന്തയുടെ പിന്നാലെ പോയി, തസവുഫ് സ്വീകരിച്ചു പോയി, അശ്അരി റൂട്ടിൽ പോയി, അവസാനം വെച്ച് തൗബ ചെയ്തു മടങ്ങി. അബുൽ മആലി അൽ ജുവൈനി അദ്ദേഹം ഇമാമുൽ ഹറമൈൻ എന്നറിയപ്പെട്ടതാണ്. ഇമാമുൽ ഹറമൈൻ മക്കത്തും മദീനത്തും ദീൻ പഠിപ്പിച്ച ആളാണ്. ഇമാമുൽ ഹറമൈൻ എന്ന് പേര്. 419 ജനിച്ച് 478 ഇമാം ജുവൈനി വഫാത്തായത്. പക്ഷേ അദ്ദേഹം ഒരുപാട് കാലം അശ്അരിയില പോയത്. അവസാനം വെച്ച് തന്റെ തെറ്റ് മനസ്സിലായി, അതിനൊക്കെ പിന്മാറി തൗബ ചെയ്തു മടങ്ങിയിട്ട് അദ്ദേഹം അഹ്ലുസുന്നയ്ക്ക് പോകുന്നതാണ്. അബുൽ ഹസൻ അശ്അരി ആദ്യകാലത്ത് മുഅ്തസിലി ചിന്താഗതിക്കാരനായിരുന്നു. പിന്നെ ഇത് മാറി കുല്ലാബിയത്തിലേക്ക് പോയി, പിന്നെ ഇത് മാറി അഹ്ലുസുന്നയ്ക്ക് വന്നു. അതോടെ 100% അഹ്ലുസുന്നയ്ക്ക് മാറി. അതിന് മുമ്പോ പല വിഷയത്തിലും അഹ്ലുസുന്നയാണ്, ചില വിഷയത്തിൽ തെറ്റായ നിലപാടാണ്. അപ്പൊ നമുക്കൊരിക്കലും ഇന്ന പാർട്ടി ഓരോ അഹ്ലുസുന്നയ്ക്ക് പുറത്ത്, ഈ സംഘടന ഓരോ അഹ്ലുസുന്നല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ അഹ്ലുസുന്നയാണ്. എല്ലാ മുജാഹിദ് സംഘടനകളും അഹ്ലുസുന്നയാണ്. പക്ഷേ 100% അഹ്ലുസുന്നയാണോ? അല്ല. അതാ വ്യത്യാസം. 100% അഹ്ലുസുന്ന പല വിഷയത്തിലും ഒരു നിലപാട് തെറ്റാണ്. മർക്കസുദാഴ്വക്കാർ ഹദീസുകൾക്ക് തള്ളിക്കളയുന്നു. എന്നാൽ എല്ലാ ഹദീസും തള്ളിയോ? ഇല്ല, ഒരുപാട് ഹദീസ് സ്വീകരിക്കുന്നുണ്ട്. 10,000 ഹദീസുകൾ സ്വീകരിക്കുന്നു, 1000 ഹദീസുകൾ തള്ളിക്കളയുന്നു. അപ്പൊ ആ വിഷയങ്ങളിൽ, സിഹർ വിഷയത്തിൽ, കണ്ണേറ് വിഷയത്തിൽ, ജിന്ന് വിഷയത്തിൽ, അതേപോലെ വിശ്വാസത്തിന്റെ പല മേഖലയിലും അവരുടെ നിലപാട് മുഅ്തസിലി നിലപാടാണ് എന്ന് പറയാം. അല്ലാത്തവയിലോ? അല്ലാത്ത പലതും മുൽക്ക് ചെയ്യുന്ന നിലപാടുണ്ട്. അള്ളാഹുവിന്റെ സിഫാത്തിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ സിഫാത്ത് വിഷയത്തിൽ അതിൽ നല്ലൊരു ഭാഗം സിഫാത്തിന്റെ കാര്യത്തിലും അഹ്ലുസുന്നയുടെ റൂട്ടാണ്. എന്നാൽ അള്ളാഹുവിന്റെ നുസൂൽ അതിലോ അഹ്ലുസുന്നയുടെ റൂട്ടല്ല. തഅ്വീൽ ചെയ്യുക, വ്യാഖ്യാനിക്കുക എന്ന അശ്അരിയിലാണ് അവരത് അറിഞ്ഞോ അറിയാതെയോ സ്വീകരിച്ചു പോയത്. ഇത് ഏത് സംഘർക്കും ബാധകമാണ്. അവിടെ 73 ആകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വ്യത്യാസങ്ങൾ കാണിച്ചുകൊണ്ട് ഇതൊക്കെ ആ 73 പെട്ടതാണ് എന്ന് നമുക്ക് പറയാവതല്ല. ഇതിൽ പലർക്കും പല വിഷയത്തിലും ഇതിൽ പലതിനോടും സാദൃശ്യവും സാമ്യതയും ഒക്കെ ഉണ്ടായേക്കാം. അത് അവർക്ക് പറ്റിയ അബദ്ധമായിരിക്കാം. ആ അബദ്ധം തിരുത്താതെ പോയാൽ അള്ളാഹിന്റെ മുമ്പിൽ ശിക്ഷാർഹരാണ് അവർ. അള്ളാഹ് പുറത്തു കൊടുത്തില്ലെങ്കിൽ ശിക്ഷക്ക് അർഹരാണ്. ശിക്ഷ കിട്ടുമോ ഇല്ലേ? അള്ളാഹു ശിക്ഷിക്കപ്പെടാൻ അർഹരാണ്. ശിക്ഷ ലഭിക്കുമോ ഇല്ലേ? അത് റബ്ബിന്റെ ഇഷ്ടമാണ്. അള്ളാഹു തആല മാപ്പ് നൽകിയാൽ രക്ഷപ്പെടും, മാപ്പ് നൽകിയില്ലെങ്കിലോ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ആ വിഷയത്തിലുള്ള നിലപാട് ശിക്ഷാർഹമായ നിലപാടാണ്, തെറ്റായ നിലപാടാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ നരകത്തിലാണോ? അള്ളാഹു അഅലം. അത് പറയാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ റൂട്ട് നരകത്തിലുള്ള റൂട്ടാണ്, ഈ നിലപാട് തെറ്റായ നിലപാടാണ് എന്ന് പറയാൻ പറ്റും. അത് തിരുത്താതെ അങ്ങനെ തന്നെ ജീവിതത്തിൽ പാലിച്ചു, അങ്ങനെ തന്നെ മരിച്ചുപോയി എങ്കിൽ നരകം ലഭിക്കാൻ അർഹതയുണ്ട്. പക്ഷെ ലഭിക്കുമോ ഇല്ലേ? അല്ലാഹു അഅലം. അത് റബ്ബിന്റെ ഫദ്ലും അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും ഈ മനുഷ്യന്റെ ചിലപ്പോൾ അറിവില്ലായ്മയും ആ മനുഷ്യന്റെ ഒരു അബദ്ധവും ആ മനുഷ്യന്റെ ഇഖ്ലാസും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല വല്ല മാപ്പ് നൽകുമോ? അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. ഇതാണ് പറയാനുള്ളത്. ബോധ്യപ്പെട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. അല്ലാഹു അഅലം.
ഹദീസിൽ മാ അന അലൈഹിൽ യൗമ വാസ്ഹാബി എന്നും മാ അന അലൈഹി വാസ്ഹാബി എന്നും പറയുന്നുണ്ടല്ലോ. ഈ രണ്ട് വ്യത്യാസം എങ്ങനെ വന്നത്? ഹദീസ് രണ്ട് രൂപത്തിലും വന്നു. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിലുള്ളവർ. മറ്റൊരു റിപ്പോർട്ടിൽ മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഇന്ന് ഞാനും എൻ്റെ സ്വഹാബത്തും ഏത് മാർഗത്തിലാണോ ആ മാർഗത്തിലുള്ളവർ. അത് ഒന്ന് മറ്റൊന്നിനെ വിശദീകരിക്കുന്നു എന്ന് മാത്രം. രണ്ടും ഒന്ന് തന്നെയാണ്. നബിയുടെ കാലശേഷം സ്വഹാബികൾ റൂട്ട് മാറിപ്പോകോ ഇല്ല. എന്നാൽ ചില ഫുറൂഇയായ ചില വിഷയങ്ങളിൽ, അതിന് വളരെ മൈന്യൂട്ടായ കാര്യങ്ങളിൽ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വഹാബത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഒന്നുകൂടി വ്യക്തമാണ്, ഇന്ന് ഞാനും എൻ്റെ സ്വഹാബത്തും ഏത് വഴിയിലാണോ ആ വഴിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അവ്യക്തതയും ഇല്ല. ആ വഴിയിൽ പിന്നെ സ്വഹാബികൾ പഴിച്ചിട്ടുണ്ടോ? ഇല്ല, പഴിച്ചിട്ടില്ല. ഫിഖ്ഹിയായ കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയത്തിലോ അതിനെപ്പറ്റി ചില നിലപാടുകളിലോ അതിനെ മൈന്യൂട്ടായ തലത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സ്വഹാബത്തിൻ്റെ 2-3 അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. ആ അഭിപ്രായങ്ങളൊക്കെ മിക്കവാറും അഭിപ്രായങ്ങൾ നമുക്ക് എല്ലാം സ്വീകരിക്കാൻ പറ്റിയതാണ്, എല്ലാം സ്വീകരിക്കാൻ പറ്റിയതാണ്. എന്നാൽ മുജ്തഹിദീങ്ങൾ, ഗവേഷകന്മാർ എന്ന നിലക്ക് സംഭവിച്ച പോലെ ചില അബദ്ധങ്ങൾ ഉണ്ടായേക്കാം. അത് അബദ്ധമാണെന്ന് ഉറപ്പായാലോ ആ അബദ്ധം സ്വീകരിക്കേണ്ടതുമില്ല. അത്രയും അർത്ഥമുള്ളൂ. ഈ രണ്ട് ഹദീസും ഏകദേശം ഒരേ ആശയമാണ്, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു എന്ന് മാത്രം. അല്ലാഹു അഅലം. എനിക്ക് വേണമെങ്കിൽ കയ്യൊന്തിക്ക് എണീക്ക് ചെയ്താലും മൈക്ക് തരാം. സ്ത്രീകൾക്കും ചോദിക്കാം, അല്ലെങ്കിൽ എഴുതി തരാം. ഈ കുട്ടികളെത്ത് വേണമെങ്കിൽ പറഞ്ഞേക്കാം. അസ്സലാമു അലൈക്കും. 2012 ഏപ്രിൽ മാസത്തിലെ അൽ ഇസ്ലാഹ് മാസികയിൽ വന്ന ഒരു ചെറിയ MPM അബ്ദുൽ ഖാദർ MPA ഖാദർ കരിമ്പോയിൽ എഴുതിയ ഒരു ലേഖനത്തിലെ ചെറിയൊരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. നമ്മുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചോ ചോദ്യങ്ങൾക്കനുസരിച്ചോ ഉത്തരം എന്ന നിലയിൽ ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യുക എന്നത് ജിന്നുകളുടെയോ മലക്കുകളുടെയോ കഴിവിൽപ്പെട്ട കാര്യമല്ല. പ്രകൃതിപരമായി അള്ളാഹു അങ്ങനെ ഒരു കഴിവ് അവർക്ക് നൽകിയിട്ടുമില്ല. വിജനപ്രദേശത്ത് വെച്ച് മാത്രം അങ്ങനെ ഒരു കഴിവ് പ്രത്യേകമായി അവർക്ക് അള്ളാഹു നൽകിയിട്ടുമില്ല. പ്രകൃതിപരമായി അള്ളാഹു അങ്ങനെ ഒരു കഴിവ് നൽകിയിട്ടില്ലെങ്കിൽ ശിർക്ക് അല്ലാത്തൊരു തേട്ടം ഏതെങ്കിലും നിലക്ക് സാധ്യമാകുമോ? കാരണം അത് അള്ളാഹു നൽകാത്തൊരു കഴിവ് അവർക്ക് വകവെച്ച് കൊടുക്കലല്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. അതൊരു കേവലം യുക്തി മാത്രമാണ്. നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ ആ ചോദിച്ചതൊക്കെ കേട്ട് അതിനൊക്കെ ഉത്തരം ചെയ്യാനൊക്കെ പ്രതികരിക്കാനുള്ള കഴിവ് ജിന്നാക്കില്ല. അതുകൊണ്ട് പിന്നെ ചോദിക്കണ കാര്യം കിട്ടുമല്ലോ ഉറപ്പില്ലല്ലോ, അപ്പൊ ചോദ്യം ശിർക്കായി എന്നാണ്. ചോദിച്ച കാര്യമൊക്കെ തരാനുള്ള കഴിവ് ഇൻസുകൾക്കുണ്ടോ? ജിന്നിന് പോട്ടെ, ഇൻസുകൾക്കുണ്ടോ? ഇല്ല. ചോദിച്ച കാര്യം തരാൻ കഴിയോ ഇല്ല എന്നുള്ളതല്ല ഈ തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡം. നമ്മുടെ കാലത്ത് പോയി ഒരു 10 ലക്ഷം റുപ്യ കടം ചോദിച്ചു, അവൻ പറയാടാ എൻ്റെ അടുത്ത് 10 റുപ്യയും കൂടി ഇല്ല, ഞാൻ ആകെ പൊളിഞ്ഞിക്കാണ്. ശിർക്കാവോച്ചാൽ ശിർക്കാവൂതല്ലോ. കാരണം ചോദിച്ച കാര്യം തരാൻ കഴിവ് ഉനക്കില്ല. അതല്ല കഴിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആരിസ്മണി പറഞ്ഞ പോലെ വ്യവസ്ഥ, കാര്യകാരണ ബന്ധം. അതാണ്. ഒരാളത്ത് പോയിട്ട് 100 കോടി ചോദിച്ചാലും ശിർക്കാവൂല. 100 കോടി റുപ്യ രാത്രി പീഡക്കൊലായ്മയില് പേപ്പറും വിരിച്ച് ഉടുത്ത തുണിയും പൊതിച്ച് കിടക്കണ ചില സാധുക്കൾ ഉണ്ടാവും. ഓനെ വിളിച്ചോണ്ടിയാണ് ഒരു 100 കോടി കടം തരാൻ പറ്റുമോ ചോദിച്ചാൽ ശിർക്കാവോ? ഓന് കഴിയാത്ത കാര്യം ഉറപ്പല്ലേ? ഓന് കഴിയില്ല ഉറപ്പാണ്. ഈ ചോദ്യം കേട്ട ഓനെന്താ പ്രതികരിക്കുക? എന്താടാ ശിർക്ക് ചെയ്യണ് എന്ന് ചോദിക്കോ? ഇല്ല. എന്താ ആളെ കുതിര കഴിക്കും. ഒരു 10 റുപ്യ ഉണ്ടെങ്കിൽ വല്ലതും തിന്നു കിടന്നീനു, ഞാൻ ഇവിടെ പട്ടിണി എടുക്കുകയാണ്, ഞാൻ ആളെ കുതിരാക്കുകയാണോ എന്ന് ചോദിക്കുള്ളൂ. അത് ശിർക്കായിട്ട് നമ്മളത് വിചാരിക്കുന്നില്ല. അപ്പൊ ചോദിച്ച കാര്യം തരാനുള്ള കഴിവില്ല, അതുകൊണ്ട് ശിർക്കായി എന്നില്ല. എന്നാൽ വ്യവസ്ഥകൾക്ക് അതീതമായ ഒരു ചോദ്യമാണെങ്കിലോ, എത്ര ചെറിയ കാര്യമാണെങ്കിലും ശിർക്കാവും ചെയ്യും. വ്യവസ്ഥകൾക്ക് അതീതമായ ചോദ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കടം കൊണ്ട് കുടുങ്ങി ബുദ്ധിമുട്ടായി 5-6 പൈസക്കാരെ പരിയിൽ പോയി വല്ല കുടുക്കരാജന്റെ തൽക്കാലങ്ങളിൽ തന്നിട്ട് സഹായിക്കണം എന്ന് ആരും സഹായിച്ചില്ല, ശിർക്കാവൂല. എന്നാൽ മൊയ്തീൻ ശൈഖേ ഞാൻ കടത്തിലാണ്, എൻ്റെ കടം വീട്ടാൻ സഹായിക്കണേ എന്ന് പറഞ്ഞാലോ ശിർക്കായി. എന്താ വ്യത്യാസം?
മൊഹീദ്ദീൻ ഷെയ്ഖ് നൽകാൻ കുറച്ച് പൈസ കൊടുത്തയച്ചെന്നാൽ നൽകാൻ കൊണ്ടേക്കോ കൊടുക്കാളൊക്കെ കൊടുത്താളെ എന്ന് പറയും എന്നല്ല വിശ്വാസം. അതാണ് വ്യവസ്ഥ. അതിനപ്പുറത്ത് ഈ വ്യവസ്ഥകളൊന്നും ഇല്ലാതെ തന്നെ ഷെയ്ഖ് എൻ്റെ കടം വീഴട്ടെന്നാണ് വിചാരിച്ചാൽ എൻ്റെ കടം വീടും എന്ന വിശ്വാസമാണല്ലോ ഷെയ്ഖിനെ വിളിക്കാനുള്ള പ്രചോദനം. അത് റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടതാണ്. അത് ജിന്നിനെ പ്രതീക്ഷിച്ചാലോ ശിർക്കായി, മരിച്ചുവെന്ന് പ്രതീക്ഷിച്ചാലോ ശിർക്കായി, ജീവിച്ചിരിക്കുന്ന ആളുകളെ പ്രതീക്ഷിച്ചാലോ ശിർക്കായി. ഇപ്പൊ തങ്ങന്മാരത്ത് പോകും സോക്കളായ മനുഷ്യന്മാര്, എന്തിനാ പോണ്? തങ്ങളെ വാക്കിട്ടിയാൽ മതി, അതിനാ പോണ്. തങ്ങളിപ്പം മരുന്ന് കൊടുക്കും, അരിഷ്ടം ഉണ്ടാവും, കഷായം ഒക്കെ ഉണ്ടാവും, അതിനല്ല മനുഷ്യന്മാര് പോവുക. മൂപ്പനത് പറഞ്ഞിട്ടിയാൽ മതി, മൂപ്പന് വാക്കിട്ടിയാൽ മതി, അതിനാ പോണത്. ആ വിശ്വാസമാണ് ശിർക്ക്. മൂപ്പനത് പറഞ്ഞാൽ തന്നെ ഇതൊക്കെയാണ് തീരും. അത് പറ്റൂല. എന്നുവെച്ചാൽ മൂപ്പന് നല്ല ചികിത്സാരിയാണ്, പാരമ്പര്യമായിട്ട് നല്ല ഇതൊക്കെ അറിയുന്ന ആളാണ്. മൂപ്പനത്ത് പോയി അരിഷ്ടം കയ്യിൽ തന്നു, ആ അരിഷ്ടത്തിനാ പോയതെങ്കിലോ ഒരു വൈദ്യൻ തങ്ങളായി പോയി എന്നുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുണ്ട്. ഒരു വൈദ്യൻ പക്ഷെ മൂപ്പൻ തങ്ങളാണ്, അവിടെ ആണ് പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് വ്യവസ്ഥയാണ്. അപ്പൊ ഏത് പടപ്പിനോട് തേടുമ്പോഴും വ്യവസ്ഥകൾക്ക് അധീനമായ നിലയ്ക്കുള്ള സഹായമാണോ അയാളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ആ പ്രതീക്ഷ തന്നെ ശിർക്കായി മാറി. തേടേണ്ട ആവശ്യമില്ല. എന്നാൽ വ്യവസ്ഥകൾക്കുള്ളിലുള്ള ഇടപെടലാണോ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷ ശിർക്കല്ല. അത് ഇൻസായ ശിർക്കല്ല, ജിന്നായ ശിർക്കായി എന്നൊരു വ്യത്യാസമില്ല. അപ്പൊ ചോദിച്ച കാര്യം തരാൻ കഴിയില്ല എന്നുള്ളത് ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമേ അല്ല. അത് വെറുതെ ആലോചിച്ചുണ്ടാക്കിയ സംഗതി മാത്രമാണ്. ചോദിച്ച കാര്യം തരാൻ ചിലപ്പോൾ മനുഷ്യന്മാർക്കും പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അവൻ പറയാടാ കഴിഞ്ഞ മാസം വന്നൊക്കെയാണ് എന്റെ ചെയ്യുന്നു, ഈ മാസം ഭയങ്കര ടൈറ്റാണ് പറയും. അത്രേ ഉള്ളൂ. ചോദിച്ച കാര്യം കിട്ടില്ല എന്നേ ഉള്ളൂ. ശിർക്ക് വരുന്നില്ല. മൊഹീദ്ദീൻ ഷെയ്ഖെ സഹായിക്കണമെന്ന് വിളിക്കുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ഇറാഖിൽ നിന്ന് വിമാനം കയറി ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് എൻ്റെ കാറ് കയറി എൻ്റെ പണ്ട് പോരും എന്നാണോ വിശ്വാസം? ഒരുത്തൻ കുത്തുബൈ താഴ്ത്തി രാവിലെ 2 വണ്ടി എടുത്ത് പോണ്. അപ്പൊ എവിടേക്ക് ഞാൻ ഇന്നലെ കുത്തുബൈ താഴ്ത്തി ചെയ്തു, അപ്പൊ മൊഹീദ്ദീൻ ഷെയ്ഖ് വരുന്നുണ്ട്, മൂപ്പരെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോവുകയാണ് എന്നാലും പറയോ? അത് പറഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക? എന്തേടപ്പഎനിക്ക് പറ്റി വയ്ക്കൂലേ, എന്തേപ്പനിക്ക് പറ്റി? അതൊരു പോയത്തമായിട്ട് കണക്കാക്കുന്നു. എന്നാൽ ഈ വ്യവസ്ഥകളൊന്നുമില്ലാതെ മൊഹീദ്ദീൻ ഷെയ്ഖ് ഇറാഖിൽ നിന്ന് എൻ്റെ വിളി കേൾക്കും, എൻ്റെ വിഷയം അറിയും, എൻ്റെ പ്രശ്നം മനസ്സിലാക്കും, അതിൽ ഇടപെടും, അത് പരിഹാരമാകും എന്നാണോ വിശ്വാസം? അപ്പൊ കേൾവിയിൽ പങ്കുചേർത്തു, കാഴ്ചയിൽ പങ്കുചേർത്തു, അറിവിൽ പങ്കുചേർത്തു, കഴിവിൽ പങ്കുചേർത്തു, പ്രാർത്ഥനയിൽ പങ്കുചേർത്തു. ആ വിശ്വാസം ജീവിച്ചപ്പോഴാണ് കുറിച്ചുണ്ടെങ്കിലോ അതും അങ്ങനെ തന്നെയാണ്. മരിച്ചാക്ക് മാത്രമൊന്നുമല്ല, ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റി ആ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ശിർക്ക് വരും. അത് ഒരു ജിന്നിനെ പറ്റി വിശ്വാസം ഉണ്ടെങ്കിലോ ശിർക്ക് വരും. എന്നാൽ വ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ വല്ലതും ചെയ്തു തരുമെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കല്ല. അത്തരം ഒരു പ്രതീക്ഷ ഒരു ജിന്നിന് നേരിടായാലോ അതുകൊണ്ട് മാത്രം ശിർക്കാകുന്നില്ല. അത് തേട്ടമല്ല ശിർക്കാവുക, ആദ്യം വിശ്വാസമാണ് ശിർക്ക് വരിക. പ്രതീക്ഷയിൽ ശിർക്ക് വരും, ഭയത്തിൽ ശിർക്ക് വരും. കുഞ്ഞിന് മൊഴി റഹിമഹുല്ല തൗഹീദ് ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം കാണാം. ഒരു സർപ്പത്തെ കാണുമ്പോൾ കൈകൂപ്പി നിൽക്കുന്ന മനുഷ്യൻ അവൻ ആരാധനയിലാണ്. ഒരു പാമ്പുണ്ട് വന്നു, 10 പേർത്തി പാമ്പ് വന്നു, ഒരുത്തങ്ങനെ കൈകൂപ്പി, ഇത് ശിർക്കാണ്. മറ്റോ വേഗം ഒരു വടിയെടുത്തു, അത് ശിർക്കാണോ? അല്ല. വടിയെടുത്തോനും പാമ്പിനെ പേടിച്ചു, കൈകൂപ്പിയവനും പാമ്പിനെ പേടിച്ചു. ഒരാളെ പേടി ശിർക്കാണ്, മറ്റൊന്നെ പേടി ശിർക്കല്ല. എന്താ വ്യത്യാസം? വടിയെടുത്ത ആളെ പേടി എന്താണ്? ഈ സർപ്പം എന്നെ കൊത്തുമോ എന്ന പേടിയാണ്. അത് വ്യവസ്ഥയുടെ ഉള്ളിലുള്ള ശിറാണ് പേടിച്ചത്. അത് തടുക്കാൻ വ്യവസ്ഥയാണ് ഉപയോഗിച്ചത്. കൈകൂപ്പിയവനോ പാമ്പ് കൊത്തോ എന്നുള്ള പേടിയല്ല. ഓനെ സംബന്ധിച്ച് പാമ്പ് ദേവനാണ്, ആ ദേവന്റെ കോപമുണ്ടാകുമോ എന്ന ബേജാറാണ് അതുകൊണ്ട് കൈകൂപ്പുന്നത്. ആ ഭയം ശിർക്കാണ്, ആ കൈകൂപ്പലും ശിർക്കാണ്. ബസ്സിൽ പോകുമ്പോൾ ജാടത്തിനടുത്തെത്തുമ്പോൾ കീശയിൽ 10 ഉറുപ്പിക ജാടത്തേക്ക് എറിഞ്ഞു, ശിർക്കാണ്. തൊട്ടങ്ങേപ്പുറത്തെ പള്ളി കണ്ടു, അവിടെ ഒരു സ്വതക്കന്റെ പെട്ടുണ്ട്, അയക്കൊരു 10 ഉറുപ്പിക ഇട്ടു, അത് ശിർക്കാണോ? അല്ല. ഈ വ്യത്യാസം
എല്ലാത്തിലുമുണ്ട്. വ്യവസ്ഥകൾക്ക് അതീതമായി കാണാനോ കേൾക്കാനോ അറിയാനോ ഇടപഴകാനോ സഹായിക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസം ശിർക്ക് വന്നു. അത് നേരത്തെ അരിസ്മൂലി പറഞ്ഞല്ലോ, ഈ പ്രസംഗം മുഹീദ്ദീൻ ശൈഖ് ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും എന്നൊരാൾ വിശ്വസിച്ചാൽ എന്താ ഹുക്മ്? ശിർക്കാണ്. എന്നാൽ ലൈവായിട്ട് ലോകത്ത് പല ഭാഗത്തും ഈ മനുഷ്യന്മാർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കല്ല, അതൊരു വ്യവസ്ഥയാണ്. അതിൽ ലിങ്ക് എടുക്കണം, നെറ്റ് വേണം, റേഞ്ച് വേണം, എന്നാലേ കിട്ടുള്ളൂ. മൊഹീദ്ദീൻ ശൈഖിനോ ഈ ലിങ്കൊന്നും ആവശ്യമില്ല, നെറ്റും വേണ്ട, ഫോണും വേണ്ട, ഒന്നും വേണ്ട. മൂപ്പർക്ക് അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും, ഒരു വ്യവസ്ഥയും ആവശ്യമില്ല. അപ്പൊ ശിർക്കാണ്. ഈ പ്രസംഗം ഒരു ജിന്നിപ്പ് കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാലോ ശിർക്കല്ല. എന്തുകൊണ്ട്? ജിന്ന കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, ജിന്നയുടെ വാസസ്ഥലം ഭൂമിയാണ്, ഇവിടെ കുറെ ജിന്നുകളുണ്ടെങ്കിൽ ഒരു കേൾക്കും. എന്നാ മരിച്ചൊരു ജിന്ന് ഖബറിൽ കിടന്നുകൊണ്ട് ഈ സംസാരം കേൾക്കുന്നതെന്ന് വിശ്വസിച്ചാലോ ശിർക്കായി. ലോകത്ത് എവിടെയെങ്കിലുമുള്ള ജിന്ന് ഈ സംസാരം ഇപ്പൊ കേൾക്കുന്നതെന്ന് വിശ്വസിച്ചാലോ ശിർക്കായി. കാരണം വ്യവസ്ഥയില്ല. വ്യവസ്ഥകൾക്ക് അതീതമായ കേൾവി വകവെച്ചു കൊടുത്തു. അപ്പൊ കേൾവിയിൽ പങ്കു ചേർത്തു, കാഴ്ചയിൽ പങ്കു ചേർത്തു, അറിവിൽ പങ്കു ചേർത്തു, കഴിവിൽ പങ്കു ചേർത്തു. ആ നിലക്ക് സഹായിക്കുന്നു വിശ്വസിച്ച് തേടിയാലോ ആ തേട്ട ഇബാദത്തായി, പ്രാർത്ഥനയായി. അപ്പൊ ദുആയിലും പങ്കു ചേർത്തു. ഇതാണ് വ്യത്യാസം. അല്ലാഹു അഅലം. അവിടെ ബാക്കിലോട്ട് ഒന്ന് അടുപ്പിച്ചു വിളിക്കേ, കേൾക്കണില്ല, അടുപ്പിച്ചു വിളിച്ചോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രബലമായ 2 ഗ്രൂപ്പുകൾ പറയുന്നു ജിന്നും അഭൗതികമാണെന്ന്. എന്നാൽ ഡിസ്റ്റം പറയുന്നു ജിന്നും മലക്കും ഭൗതികമാണെന്ന്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത്? അതുപോലെ തന്നെ എന്താണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം, എന്താണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് ഇപ്പുറം ഒന്ന് വിശദീകരിച്ചാൽ തരക്കടില്ല. അൽഹംദുലില്ലാഹ്. നമ്മളിപ്പോൾ പറഞ്ഞത് അതിൻ്റെ ഒരു വശമാണ്. അത് എന്താണ് ഭൗതികം അഭൗതികം, എന്താണ് കാര്യകാരണ ബന്ധങ്ങൾ അപ്പുറം ഇപ്പുറം, ഇതാണ് വിശദീകരിക്കണം എന്ന് പറഞ്ഞത്. അതായത് അല്ലാഹു തആല ഈ ദുനിയാവിൽ വെച്ച സിസ്റ്റമാണ്, വ്യവസ്ഥയാണ് കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത്. ഇപ്പൊ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ക്ഷണിച്ചു, ഞാൻ ഇവിടെ വന്നു, അതൊരു വ്യവസ്ഥയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കണ്ട് അവിടെ നിന്ന് പ്രസംഗിക്കില്ല. ഇവിടെ എന്താ പറയുക, മൈക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഫാൻ ഉണ്ട്, ഇരിക്കാൻ കസേരയുണ്ട്, ഇതൊരു വ്യവസ്ഥ. ഇതാണ് കാര്യകാരണ ബന്ധം എന്നുള്ളത്. ഇതാണ് കാര്യകാരണ ബന്ധം, ഒരു വ്യവസ്ഥ. ഏതു പടപ്പിനും ഈ വ്യവസ്ഥന്റെ ഉള്ളിലാണ് എന്തും ചെയ്യാൻ കഴിയുക. അതാണ് അല്ലാഹു തആല പടപ്പുകൾക്ക് വെച്ച ഒരു രീതി. ഇനി ഈ വ്യവസ്ഥ ഇല്ലാതെ കാര്യം നടക്കണമെങ്കിൽ അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയൂല എന്ന്. അതിനാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഒരാൾ രോഗം മാറ്റണം, നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണ്? അതിന് എന്താണോ വ്യവസ്ഥ, ആ വ്യവസ്ഥയുമായി ബന്ധപ്പെടുക. അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, മരുന്ന് വാങ്ങിക്കൊടുക്കുക, അത് കുടിപ്പിക്കുക, ഇതൊക്കെ വ്യവസ്ഥയാണ്. രോഗം മാറ്റാൻ നമുക്ക് കഴിയുമോ? കഴിയില്ല. ഈ ചികിത്സിക്കുക എന്നത് വ്യവസ്ഥയാണ്, കാര്യകാരണ ബന്ധമാണ്. ഒരു കാര്യം നടക്കാൻ കാരണവുമായി ബന്ധപ്പെടുക, അതാണ് അർത്ഥം. രോഗം മാറുക എന്ന കാര്യം നടക്കാൻ ചികിത്സിക്കുക എന്ന കാരണവുമായി ബന്ധപ്പെടുക. വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കുക, ദാഹം മാറാൻ വെള്ളം കുടിക്കുക, ക്ഷീണം മാറാൻ ഉറങ്ങുക, ഇതൊക്കെ വ്യവസ്ഥയാണ്. ഇത് മനുഷ്യന്മാർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജിന്നുകൾക്കും എല്ലാവർക്കും അല്ലാഹ് നിശ്ചയിച്ച ചില വ്യവസ്ഥകൾ ഉണ്ടാവും. ഈ വ്യവസ്ഥ ഒന്നുമില്ലാതെ ഒരു കാര്യം നടത്തണമെങ്കിൽ ഈ വ്യവസ്ഥയെ സംവിധാനിച്ച അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരു മരുന്നുമില്ലാതെ രോഗം മാറ്റണം, രോഗം മാറട്ടെ എന്ന് വിചാരിച്ചാൽ രോഗം മാറും, അതായിരിക്കേ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. നമ്മൾ ദുആ ചെയ്ത് റബ്ബേ ശിഫയാക്കണേ, അല്ലാഹ് ഉദ്ദേശിച്ചാൽ മതി ഓന് രോഗം ശിഫയാകട്ടെ, അപ്പൊ ശിഫയായി. ഇത് വ്യവസ്ഥക്ക് അപ്പുറത്താണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. ഈ കഴിവ്
അല്ലാത്തവർക്കുണ്ടോ? നമ്മുടെ നാട്ടിൽ സമസ്തക്കാര് പറഞ്ഞു അമ്പിയാക്കന്മാർക്കുണ്ട്, ഔലിയാക്കന്മാർക്കുണ്ട്, മഹാന്മാർക്കുണ്ട്, തങ്ങന്മാർക്കുണ്ട്, ജിന്നിനുണ്ട്, മലക്കിനുണ്ട് എന്നാണ് സമസ്തക്കാര് പറഞ്ഞത്. അതാണ് കറാമത്ത്, അതാണ് മുഴുജത്ത് എന്നാണ്. അതുകൊണ്ടാണ് തങ്ങപ്പാപ്പ അവിടെ എൻ്റെ ഒക്കെ സോക്കേട് വേണ്ട എന്ന് തങ്ങപ്പാപ്പാണ് പറഞ്ഞാൽ ഇല്ല. CM പറ്റിയൊക്കെ പറഞ്ഞോ, അത് വേണ്ട, ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് CM ആണ് പറഞ്ഞപ്പോൾ സോക്കേട് മാറിയാണ്. അതേ CM ബാത്റൂമിൽ വീണിട്ട് കാലിന് തുടമുട്ടും ചെയ്തു. അത് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാതെ, വ്യവസ്ഥ ഇല്ലാതെ, കാരണങ്ങളില്ലാതെ കാര്യം നടപ്പാക്കാൻ ഒരു പടപ്പിനും കഴിയില്ല. അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അള്ളാഹു തആലാക്ക് മാത്രം. അതിനാണ് അഭൗതികമായ കഴിവ് എന്ന് പറഞ്ഞത്. അദൃശ്യമായ കഴിവ്, അസാധാരണമായ കഴിവ്, മറഞ്ഞ വഴിക്കുള്ള കഴിവ്, ദിവ്യമായ കഴിവ് എന്നൊക്കെ പറഞ്ഞത് ഇതിനാണ്. ആ കഴിവ് അള്ളാഹ്ക്കേ ഉള്ളൂ. അല്ല ഔലിയാക്കന്മാർക്ക് ഉണ്ട് എന്ന് സമസ്തക്കാർ പറഞ്ഞു. അത് അള്ളാഹ് കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ മതി. CM മടവൂരിന് രോഗം മാറ്റാൻ കഴിയും, പക്ഷേ അത് അള്ളാഹ് കൊടുത്ത കഴിവാണ്, സ്വയമുള്ള കഴിവല്ല എന്ന് വിചാരിച്ചാൽ പിന്നെ പ്രശ്നമില്ല എന്നാണ് ഓല് പറഞ്ഞത്. അപ്പൊ രോഗം ശിഫാക്കാൻ അള്ളാഹ്ക്കും പറ്റും, മൊയ്തീൻ ശൈഖിനും പറ്റും, CM മടവൂരിനും പറ്റും, മരിച്ചവർക്കും പറ്റും, ജീവിച്ചവർക്കും പറ്റും. പക്ഷേ ഇവർക്കൊക്കെ ഉള്ള കഴിവ് അള്ളാഹ് കൊടുത്തതാണ്. അള്ളാഹിന്റെ കഴിവോ ആരും കൊടുത്തതല്ല, അതൊക്കെ സ്വയമുള്ളതാണ്. ഇനി CM മടവൂരിന് അള്ളാഹ് കൊടുക്കാതെ സ്വയം ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലോ അപ്പോഴേ ശിർക്കാവുള്ളൂ എന്നാണ് സമസ്തക്കാരെ പറഞ്ഞത്. CM മടവൂരിന് അള്ളാഹ് കൊടുത്തിട്ടൊന്നും വേണ്ട, ഒറ്റക്കനെ കഴിയും എന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു. അതില്ലെങ്കിലോ CM മടവൂർ ലോകം നിയന്ത്രിക്കുമെന്ന് വിശ്വസിച്ചാലും ശിർക്കാവൂല. കാരണം എന്താണ്? ലോകം നിയന്ത്രിക്കാൻ കഴിവ് അള്ളാഹ് കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി. നീ കൊടുത്തിട്ടില്ലെങ്കിലോ, നമ്മൾ കൊടുത്തെന്ന് വിചാരിച്ചു, അള്ളാഹ് കൊടുത്തിട്ടില്ല വിചാരിക്കാം, എന്നാലോ നമ്മളെ ധാരണ തെറ്റിയതേ ഉള്ളൂ, ശിർക്കാവൂല. അതാണ് ഓല് പറഞ്ഞത്. അവിടെ മുജാഹിദ് പ്രസ്ഥാനം ഈ 100 കൊല്ലത്തെ പ്രവൃത്തി ഇല്ല സഹോദരന്മാരെ, അങ്ങനെ കഴിവില്ല. അത്തരം കഴിവ് അള്ളാഹ്ക്കേ ഉള്ളൂ. അത് ഒരു മടവൂരിനും ഇല്ല, ഒരു വലിയനും ഇല്ല, ഒരു നബിക്കുമില്ല, ആർക്കുമില്ല, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് അള്ളാഹ് കൊടുക്കൂല. കൊടുത്തു എന്ന് വന്നാൽ അള്ളാഹിന്റെ കുദ്റത്ത് അള്ളാഹ് വേറെ കൊടുത്തു വരും. അപ്പൊ അള്ളാഹ് സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചു എന്നാകും. അള്ളാഹിന്റെ കുദ്റത്താണ് ഈ കുദ്റത്ത്. അത് അള്ളാഹ് ഒരു പടപ്പിനെ കൊടുത്താലേ നടത്തുന്നതാണ്. അള്ളാഹ് സ്വയം ഒരാളെ പങ്കുകാരനായി സ്വീകരിച്ചു ഉണ്ടാവില്ലല്ലോ. അള്ളാഹ്ക്ക് പങ്കുകാരനില്ല. വഹ്ദഹു ലാ ശരീക ലഹ്. അതാണ് ചില മുജാഹിദികൾ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ പറഞ്ഞത് ജിന്നു മലക്ക് അഭൗതികാണ്. കണ്ണോട് കാണൂല എന്ന അർത്ഥത്തിലല്ല, അത് തർക്കമില്ലല്ലോ. കണ്ണോട് കാണൂല ഉറപ്പല്ലേ? അതല്ല ഇവിടുത്തെ വിഷയം. ഈ വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവാണോ ജിന്നിന്റെ കഴിവ്? ഒരിക്കലുമല്ല. ആ കഴിവ് ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യനുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ആ കഴിവ് ഉണ്ട് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു. ആ അർത്ഥത്തിൽ എന്നെ കാണും എന്ന് വിശ്വസിച്ചാൽ കാഴ്ചയിൽ പങ്കു ചേർത്തു. എന്റെ ശബ്ദം കേൾക്കും എന്ന് വിശ്വസിച്ചാൽ കേൾവി എന്ന ഗുണത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർത്തു. എന്റെ കാര്യം അറിയും എന്ന് വിശ്വസിച്ചാൽ അറിവ് എന്ന വിശേഷത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർത്തു. അതുകൊണ്ട് മൊയ്തീൻ ശൈഖിനെ പറ്റി സമസ്തക്കാർ പറയും, ലോകത്ത് എവിടുന്ന് വിളിച്ചാലും വിളി കേൾക്കും. വല്ല നിലത്തിലും എന്നെ വിളിപ്പോർക്ക് ഭയപൂടതുത്തീരം ചെയ്യും ഞാനെന്നോവർ. എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യും. നമ്മളെന്താ പറയാ? ഇല്ല, ശിർക്കാണ്. എന്തുകൊണ്ട്? അങ്ങനെ ഉത്തരം ചെയ്യണമെങ്കിൽ ഈ വ്യവസ്ഥ ഇല്ലാതെ കേൾക്കാനും കാണാനും അറിയാനും എല്ലാം ശൈഖിന് കഴിയുന്ന വിശ്വസിക്കണം. ഉണ്ടാവില്ല. ആ കഴിവ് അല്ലാഹ്ക്കേ ഉള്ളൂ. അപ്പൊ അത് ജിന്നുകൾക്കില്ല. അതുകൊണ്ടാണ് ജിന്നിന് അഭൗതികമായ കഴിവില്ല എന്ന് പറഞ്ഞത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവില്ല എന്ന് അത് ഉണ്ട് എന്നാണെങ്കിൽ പിന്നെ ഇപ്പൊ ജിന്ന് അഭൗതിക കഴിവുള്ളതാണ്, ജിന്നിന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ജിന്ന് നമ്മളെ കാണും വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. കേൾക്കുന്നു വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ജിന്ന് ഇടപെടും വിശ്വസിക്കാൻ പറ്റുമോ? സഹായിക്കുന്നു വിശ്വസിക്കാൻ പറ്റുമോ? ഉപദ്രവിക്കുന്നു വിശ്വസിക്കാൻ പറ്റുമോ? പറ്റൂല. അതാണ് മർക്കസ് സഭക്കാരെ പറഞ്ഞത്. ജിന്ന് ഉപദ്രവിക്കൂല, സഹായിക്കൂല, ഇടപെടൂല, ഒന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സിഹ്ർ ചെയ്യുന്ന സാഹിറിനെ ശൈത്താൻ സഹായിക്കും എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാണ്.
അപ്പോൾ അത് പറയാൻ പറ്റില്ല, അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഹദീസിലുണ്ടല്ലോ, എന്നാ പിന്നെ ഹദീസ് എടുക്കാൻ പറ്റില്ല. ആ ഹദീസ് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ആ ഹദീസ് എടുത്താൽ ശൈത്താൻ സഹായിക്കുന്നു വരും. ശൈത്താൻ സഹായിക്കുന്നു വന്നാലോ അബോധികമായി അള്ളാഹുലത്തെ സഹായിക്കുന്നു വരും. അതുണ്ടാകാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഹദീസ് നമുക്ക് വേണ്ട. അപ്പോഴാണ് ഹദീസൊക്കെ ഒഴിവാക്കണ പ്രശ്നം വന്നത്. അതാണ് ഇതിന്റെ അസ്ല്. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്ന് പറഞ്ഞാൽ അള്ളാഹുത്തല ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച വ്യവസ്ഥ, ആ വ്യവസ്ഥകൾക്ക് അപ്പുറമുള്ള കഴിവ് അള്ളാഹുത്തലാക്ക് മാത്രം. ഇപ്പൊ ഒരു മരം മുളക്കണം, നമ്മുടെ മുറ്റത്തൊരു തെങ്ങ് മുളക്കണം. നമുക്ക് ചെയ്യാൻ പറ്റിയ പണി എന്താണ്? വ്യവസ്ഥ പ്രകാരം ചെയ്യുക. കുഴി കുത്തുക, ഒരു തേങ്ങ അവിടെ കുഴിച്ചിടുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക, വളമിട്ട് കൊടുക്കുക, പരിചരിക്കുക. ഇതാണ് വ്യവസ്ഥ. മുളപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഇതൊക്കെ ചെയ്തു, മുളച്ചില്ല, ചെയ്യാണ്ട് പോയി, ഒന്നും ചെയ്യാനില്ല. അള്ളാഹുത്തല ഉദ്ദേശിച്ചു നമ്മുടെ മുറ്റത്തൊരു മരം മുളക്കണം. അള്ളാഹുത്തലാക്ക് ഈ വ്യവസ്ഥയൊക്കെ വേണോ? ഒന്നും വേണ്ട. ഒരു തേങ്ങയും വേണ്ട, ഒരു കുഴിയും വേണ്ട, വെള്ളം വേണ്ട, വളം വേണ്ട, ഒന്നും വേണ്ട. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഉണ്ടാവട്ടെ വിചാരിച്ചാൽ മതി, അതുണ്ടാവും. ഒരു വ്യവസ്ഥയും വേണ്ട. ഈ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അള്ളാഹു തആലക്ക് മാത്രം എന്ന് പറയാം. അത് ജിന്നിന് കഴിയോ? ഒരു ജിന്ന് അവിടെ മരം മുളക്കട്ടെ വിചാരിച്ചാൽ ഉണ്ടാവോ? ഇല്ല. മലക്കിന് കഴിയോ? ഇല്ല. മലക്കിന് അള്ളാഹ് വെച്ച വ്യവസ്ഥ ഉണ്ട്, ആ വ്യവസ്ഥ പ്രകാരം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മലക്കിനും ചെയ്യാൻ കഴിയില്ല, ജിന്നിനും ചെയ്യാൻ കഴിയില്ല, ഇൻസാനും ചെയ്യാൻ കഴിയില്ല, ഒരു പടപ്പിനും ചെയ്യാൻ കഴിയില്ല. ആ കഴിവ് അള്ളാഹു തആലക്ക് മാത്രം. ഇപ്പൊ മറിയം ബീവി ഗർഭിണിയായി, മലക്ക് വന്ന് പറഞ്ഞു ഗർഭം ഉണ്ടാകാൻ പോകുന്നു, സന്താനം ഉണ്ടാകാൻ പോകുന്നു. മറിയം ബീവി എന്താ ചോദിച്ചത്? എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാകും? എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ എന്നാണ്. അതാണ് വ്യവസ്ഥ. ഒരു പുരുഷൻ സ്പർശിച്ചാലാണ് ഒരു സ്ത്രീ ഗർഭിണിയായി മാറുക. അപ്പൊ എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ ഗർഭം ഉണ്ടാവുക? ജിബീലിന്റെ മറുപടി എന്താണ്? ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. അതെ, നീ പറഞ്ഞത് ശരിയാണ്, നിന്നൊരു പുരുഷനും സ്പർശിച്ചിട്ടില്ല, പക്ഷേ നിന്റെ റബ്ബ് പറയുന്നു എനിക്കത് എളുപ്പമാണ്. മറിയമിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് രൂപം കൊള്ളാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ പിന്നെ ഒരാൾ സ്പർശിക്കണമെന്നില്ല. നിന്റെ റബ്ബ് പറയുന്നു എനിക്ക് എളുപ്പമാണ്. അത് സി എം മടവിന് എളുപ്പമെന്ന് വന്നാലോ പിന്നെ അള്ളാഹിനെ പോലായി. അത് ജിന്നിനും പറ്റുന്നു വന്നാലോ അള്ളാഹിനെ പോലായി. അത് മലക്കിനും പറ്റുന്നു വന്നാലോ അള്ളാഹിനെ പോലായി. അതുണ്ടാവൂല. അത് അള്ളാഹിന്റെ മാത്രം പ്രത്യേകതയാണ്. ഉണ്ടാവട്ടെ പറഞ്ഞാൽ മതി, അതുണ്ടായിത്തീരും. ഏത് കാര്യത്തിലും ഏത് പടപ്പിനും അള്ള വെച്ച വ്യവസ്ഥ പ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. അല്ലാഹു തആലക്ക് മാത്രമാണ് ഈ വ്യവസ്ഥ ഒന്നുമില്ലാതെ, ഈ കാരണങ്ങളൊന്നുമില്ലാതെ, ഈ സിസ്റ്റങ്ങളൊന്നുമില്ലാതെ കാര്യം നടപ്പാക്കാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രം. അത് ഒരു പടപ്പനുണ്ടെന്ന് വിശ്വസിച്ചാൽ അള്ളാഹിനോട് പങ്കു ചേർത്തു. ആ വ്യവസ്ഥക്കതീതമായി കാണും എന്ന് വിശ്വസിച്ചാൽ കാഴ്ചയിൽ പങ്കു ചേർത്തു. കേൾക്കും എന്ന് വിശ്വസിച്ചാൽ കേൾവിയിൽ പങ്കു ചേർത്തു. അറിയും എന്ന് വിശ്വസിച്ചാൽ അറിവിൽ പങ്കു ചേർത്തു. ആ വ്യവസ്ഥക്കതീതമായി സഹായിക്കാനെ തേടിയാൽ അത് ദുആ ആയി, പ്രാർത്ഥനയായി, ഇബാദത്തായി. ഇതാണ് ഇതിന്റെ അസ്ല്. ഇതാണ് 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ എഴുതി പറഞ്ഞ് പഠിപ്പിച്ചു പോകുന്ന തൗഹീദിന്റെ ബേസ്. അതുകൊണ്ടാണ് ജിന്നും മലക്ക് അഭൗതിക എന്ന് പറഞ്ഞപ്പോൾ അത് പറയല്ല, അത് സമസ്തക്കാരന്റെ വാദമാണ്, ഓര് പറഞ്ഞ തൗഹീദാണ്, ഇത് പറഞ്ഞാൽ ഓരോ പലയിടത്തേക്ക് എത്തും എന്ന് നമ്മൾ ഇത്ര വാശിയിൽ പറയേണ്ടി വന്നത് ഇതുകൊണ്ടാണ്. അല്ലാഹു അഅലം. അവിടെ അസ്സലാമു അലൈക്കും. ഇപ്പോൾ ജിന്നിനോട് നമുക്ക് ഭൗതിക അഭൗതികം എന്ന് പറഞ്ഞില്ലേ, ഭൗതികമായിട്ട് എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് തേടാൻ പറ്റും, എങ്ങനെയൊക്കെ ജിന്നുകൾക്ക് നമ്മളെ നിത്യജീവിതത്തിൽ ഭൗതികമായിട്ട് സഹായിക്കാൻ പറ്റും എന്നുള്ള ഇത് ഇപ്പോൾ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയണില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ഒരു ചാപ്പ കുത്താൻ കാരണം പാര് ചോദിച്ചാൽ നിങ്ങൾ ജിന്നിനോട് സഹായം തേടില്ല. നമുക്ക് സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ല, നമുക്കിത് പറഞ്ഞു കൊടുക്കാനും കഴിയണില്ല. അപ്പോൾ സാധാരണക്കാർക്ക് മറ്റുള്ളവർക്ക് പറയാൻ കഴിയുന്ന രീതിയിലൊന്ന് എക്സ്പ്ലനേഷൻ തന്നാൽ നന്നായിരുന്നു.
ജിന്നിനോട് നമുക്ക് യാതൊരു കാര്യം ചോദിക്കാൻ ഒരു വകുപ്പുമില്ല, ഒരു ബന്ധവും പാടില്ല. ചോദിക്കൽ മാത്രമല്ല, ഒരു ബന്ധവും ഒരു ഇടപാടും ഒന്നും പാടില്ല. കാരണം 2-3 കാരണങ്ങൾ. ഒന്ന്, ജിന്നിൽ പെട്ടവരാണ് പിശാചുക്കൾ, ശൈത്താന്മാർ. ജിന്നിൽ നല്ലവരുണ്ട്, ദുഷിച്ചവരുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ച കാര്യമാണ്. ആ ദുഷിച്ചവർക്കാണ് ശൈത്താൻ എന്ന് പറയുക. ശൈത്താൻ നമ്മുടെ മുഖ്യ ശത്രുവാണ്. അവന്റെ ലക്ഷ്യം തന്നെ നമ്മെ ശിർക്കിലേക്ക് എത്തിക്കുക, നരകത്തിലേക്ക് എത്തിക്കുക, അള്ളാഹുവിൽ നിന്ന് അകറ്റുക, പടപ്പിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ശൈത്താന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് ജിന്നുമായി എന്തെങ്കിലും ബന്ധമുണ്ടാക്കിയാൽ സ്വാഭാവികമായും നമ്മുടെ ഈമാൻ തെറ്റാൻ, തൗഹീദ് പഴക്കാൻ, സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമായി മാറും. അങ്ങനെ ആരൊക്കെ എവിടെയൊക്കെ ബന്ധമുണ്ടാക്കിയോ ഓരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. സാഹിറുമാർ അങ്ങനെ ബന്ധമുണ്ടാക്കിയവരാണ്. ഓർക്ക് കരകയറാൻ പോലും പറ്റാത്ത വിധം ഒരു ശിർക്കിന്റെ ആളുകളായി മാറും. ആൾ ദൈവങ്ങൾ പിശാചന്റെ ഏജന്റുമാരാണ്. സിദ്ധന്മാർ പിശാചന്റെ ഏജന്റുമാരാണ്. ഓർക്കൊന്നും ഒരു കാലത്തും രക്ഷപ്പെട്ടു പോരാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ജിന്നുമായുള്ള ഒരു ബന്ധവും എവിടെയും പാടില്ല. നീ എന്തു ഓഫർ കിട്ടിയാലും, മുസ്ലിം ജിന്നാന്ന് പറഞ്ഞാലും അല്ലാത്ത പറഞ്ഞാലും, ഒരു ജിന്നുമായും യാതൊരു ബന്ധവുമില്ല. അതാണ് ഒന്ന്. രണ്ടാമത്, നേരത്തെ ഹാരിസ് മണി പറഞ്ഞു, നബിയും സഹാബത്തും ജീവിച്ച കാലത്തും മദീനത്തുള്ള ജിന്നുകളൊക്കെ, മുസ്ലിമായ ജിന്നുകളുണ്ട്, നബിനത്ത് വന്ന ഖുർആൻ കേട്ടുപോയ ജിന്നുകളുണ്ട്. പക്ഷേ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ജിന്നിനെ നബി ഞങ്ങൾ ഉപയോഗിച്ചുവോ? ഇല്ല. എവിടെങ്കിലും ഒന്ന്, എന്തെങ്കിലും ചോദ്യം, എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നബിയും സഹാബത്തും കാണിക്കാത്തൊരു മാതൃക ആ വിഷയത്തിൽ ഒരു മുസ്ലിമിനും ഒരിക്കലും പാടില്ല. മൂന്നാമത്, ഇസ്ലാം പരിചയപ്പെടുത്തിയത് ഒരു പടപ്പിനെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക എന്നതാണ്. ജിന്നു മാത്രമല്ല, ഒരു പടപ്പിനെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക. ഒരു മനുഷ്യനാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് യാചന ഇസ്ലാമിന് പാടുണ്ടോ? ഇല്ല. ഒരാളെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക, ബാക്കി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഒരാളെടുത്തും കൈ നീട്ടാതെ. മനുഷ്യന്മാർ ചോദിച്ചാൽ ശിർക്കാണോ? അല്ലല്ലോ, അനുവദനീയമാണല്ലോ. ഈ അനുവദനീയമായതുമാണെങ്കിൽ പോലും പരമാവധി ഒരാൾ ചോദിക്കാതിരിക്കുക, ഒരാൾ ആശ്രയിക്കാതിരിക്കുക. നമ്മൾക്കുള്ളതനുസരിച്ച് ഉള്ളതോടൊക്കെ ഒപ്പിച്ച് ജീവിച്ചു പോവുക, ബാക്കി റബ്ബിനോട് പറയാം. ഇതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. അനുവദിക്കപ്പെട്ട വഴിയിൽ പോലും ഒരു സൃഷ്ടിയെ അവലംബിക്കാതിരിക്കുക എന്നതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യം. അതുകൊണ്ട് ചില സ്വഹാബിമാർ നബിയോട് സ്വകാര്യമായി കരാർ ചെയ്തു, ആരോടും ഞങ്ങൾ ഒന്നും ചോദിക്കുകയില്ല, ആരോടും ഒന്നും ചോദിക്കുകയില്ല എന്ന് കരാർ ചെയ്തു. ആ കരാർ ചെയ്ത സ്വഹാബിമാർ പിന്നീട് അവരെ ജീവൻ പരിശോധിച്ചാൽ കാണാം, ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ കയ്യിൽ നിന്ന് വടി താഴെ വീണാൽ അവിടെ ഒരാളോട് ആ വടി എടുക്കുമെന്ന് ചോദിക്കൂല എന്നാണ്. അത് ചോദിക്കാൻ പാടില്ലേ? പാടുണ്ട്. എന്നിട്ട് പോലും അത് വേണ്ട, ഒരു ഒട്ടകപ്പുറത്ത് ഇറങ്ങി അവരെന്നെ വടിയെടുത്ത് വീണ്ടും കയറും. അത്ര വരെ ഒരു മനുഷ്യനോട് പോലും ചോദിക്കാതെ ജീവിതത്തിൽ അങ്ങനെ സൂക്ഷിച്ചവരാണ് സ്വഹാബിമാർ പലരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഭൗതികാവട്ടെ അഭൗതികാവട്ടെ ഏതായാലും ജിന്നുമായുള്ള ഒരു ബന്ധവുമില്ല. അഭൗതികമായ തേട്ടമാണോ അത് ദുആണ്, ശിർക്കാണ്. അല്ലാത്താണോ അതും പാടില്ലാത്താണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ശിർക്കിലേക്ക് അവനെ എത്തിക്കും. അത് ഹറാമാണ്, ശിക്ഷാർഹമാണ്, നരകത്ത് പോകാൻ കാരണമാണ്. അവൻ എന്തായാലും ശിർക്കിൽ പോയി ചാടുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബന്ധവും ഒരു ജിന്നുമായും പാടില്ല. ചിലപ്പോൾ നമ്മൾ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ ജിന്നുകൾ ഹാജരായേക്കാം, ആയിക്കോട്ടെ. അതുപോലെ ഹാജരായി ഓരോ കേട്ട് പഠിച്ചു പോയാൽ ഒരു കിട്ടി, അത്രേ ഉള്ളൂ. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നുണ്ടോ? നമ്മൾ നയിക്കുന്ന അവരുമായി ബന്ധമില്ല. മനുഷ്യനും ജിന്നിനും വേണ്ടി അള്ളാഹു ചില മറകളെ വെച്ചിട്ടുണ്ട്. ഓരും താമസിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ്, അവർ ഈ ഭൂമിയെ താമസിക്കുന്നത്. പക്ഷേ മനുഷ്യർക്കും അവർക്കുമിടയിൽ അള്ളാഹു ചില മറകളെ സംവിധാനിച്ചിട്ടുണ്ട്. അവരുടെ ലോകത്ത് ജീവിക്കുന്നു, നമ്മൾ നമ്മുടെ ലോകത്ത് ജീവിക്കുന്നു. സാധാരണഗതിയിൽ നമ്മളും ജിന്നുകളും തമ്മിൽ അങ്ങനത്തെ ഒരു ഇടപാടുകളോ അങ്ങനത്തെ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലുകളോ അങ്ങനത്തെ എന്തെങ്കിലും ക്രയവിക്രയങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ
ഇവിടുത്തെ ചില മനുഷ്യന്മാരെ ഉപയോഗിക്കും. അതാണ് ആൾ ദൈവങ്ങൾ, സിദ്ധന്മാര്, ആ ടൈപ്പ് ആളുകളൊക്കെ ചിലപ്പോൾ ശൈത്താൻ ചെയ്യും, ഇവനെ ഉപയോഗിച്ചിട്ട് മനുഷ്യന്മാരെ പേപ്പിക്കാൻ പറ്റും. അപ്പൊ ഇവന് ചില സഹായമൊക്കെ ചെയ്തു കൊടുക്കും. അതാണ് ജ്യോത്സ്യന്മാര്, കണക്കന്മാര്, പണിക്കന്മാര്, അതേപോലെ ചികിത്സാലികള്, സിദ്ധന്മാര്, ആൾ ദൈവങ്ങള്, ഇവർക്കൊക്കെ പൈശാചികമായ സഹായം കിട്ടും. അല്ലെങ്ങനെ അവരെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ നരകത്ത് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുക ചെയ്യാം. അപ്പൊ ഒരാളെ ശൈത്താനാളായിട്ട് അവിടെ ഇരുത്തി കൊടുക്കും, ഒരാൾ ദൈവം, ഒരു സിദ്ധൻ, ഒരു തങ്ങള് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കും. അപ്പൊ ചിലപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ ഈ ശൈത്താനെ അറിയിച്ചു കൊടുക്കും. അല്ല, ചിലപ്പോൾ നമ്മൾ സ്വർണം നഷ്ടപ്പെട്ടു പോയി, തങ്ങളെടുത്ത് ചെന്നു. അപ്പൊ ചെന്നാണ് കയറിയപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചു, സ്വർണം കാണാൻ ചില ചോദിച്ചു. ചിലപ്പോൾ തട്ടിപ്പയക്കും. തങ്ങളുടെ ഏജന്റുമാർ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും, നമ്മൾ വൈക്കുന്നത് പരിചയപ്പെടും, നമ്മളെടുത്തുമ്പോഴേക്കും അവർ അവിടെ പോയി കൊടുക്കും. അങ്ങനെ ആൾ വരുന്നുണ്ട്, പാൻറ്റിട്ട ആളാണ്, തുണിയെടുത്ത ആളാണ്, മുടി ഇങ്ങനെയാണ്, കോലെങ്ങനെയാണ്, അയാൾ സ്വർണം പോയതാണ് എന്ന് മറ്റോ പോയി കാണാൻ പറഞ്ഞെടുത്തിട്ടുണ്ടാവും. ഇത് ഇയാളെ ഏജൻസി ഇരിക്കാൻ മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ സ്വർണം കാണാൻ ചെലേ. അപ്പം നമ്മൾ ചോദിക്കും, ഇയാൾ ഭയങ്കര കറാമത്തുള്ള ആളാട്ടോ, ഞാൻ പറയാതെ തന്നെ എൻ്റെ വിശ്വാസമല്ലോ. അത് തട്ടിപ്പയിക്കും. ചെഴുതല്ല, ശൈത്താൻ പോന് ചില വിവരം കൊടുക്കും, നമ്മൾ കാണാത്തത് ശൈത്താന്മാർ കാണും. അപ്പൊ ആ വിവരത്തിന്റെ സ്ഥാനത്തിൽ ചിലപ്പോൾ പറയും, ഇന്ന സ്ഥലത്തുണ്ട്, പോയൊക്കെ അറിയും, ചെല്ലുമ്പോൾ കിട്ടും ചെയ്യും. അതോടെ നമ്മളെ ഈമാനാണ് നഷ്ടപ്പെടും. അയാൾ ഭയങ്കര കഴിവാട്ടോ, അയാൾ പറഞ്ഞ അതേപോലെ തന്നെ ഉണ്ടായല്ലോ എന്ന് തോന്നിയിട്ട് മനുഷ്യന്മാർ അതിൽ പോയി വീഴും. അത് ശൈത്താന്റെ ഏർപ്പാടാണ്, അത് നമ്മളെ പറ്റിക്കുകയാണ് എന്ന് മനസ്സിലായാലോ പിന്നെ ആ വഴിക്ക് പോവില്ല. നബിയോട് സ്വഹാബിമാർ ചോദിച്ചു, നബിയെ ജ്യോത്സ്യന്മാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? നബി ഞങ്ങൾ പറഞ്ഞു, ലൈസു ബിശൈഇൻ, അവർ ഒന്നുമല്ല, ഒരു ചുക്കുമല്ല ഒരു. അപ്പൊ സ്വഹാബിമാർ പറഞ്ഞു, നബി അങ്ങനെ പറയാൻ പറ്റൂല, അവര് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാകുന്നുണ്ടല്ലോ. അത് ശരി, അത് പിശാചുക്കൾ കട്ട് കേട്ടിട്ട് ഇവന്റെ കാതിൽ കൊടുന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കുകയാകുന്നു. അതിന്റെ കൂടെ 100 കളവും കൂടി അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അതാ പരിപാടിയിലെ. എന്നാ ശരി, അവസാനിപ്പിച്ചു. മറ്റതോ അവിടെ പോയിട്ട് കാര്യമില്ല, അയാൾ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഇവൻ പോയി പറയും, അയാൾ പറഞ്ഞാൽ ശരിയാവും ചെയ്യും. അപ്പൊ ഇവന് ഉറപ്പായി, നിങ്ങൾ മുജാഹിദ് പറഞ്ഞ പറയുന്നില്ല, അയാൾ പറഞ്ഞ പോലെ ഉണ്ടായല്ലോ, അയാൾ പോലെ കറാമത്തുള്ള ആളാ, എനിക്ക് ബോധ്യപ്പെട്ടു പറയും, ഇത് കറാമത്തല്ല, ഇത് ശൈത്താനിയത്താണ് എന്ന് പറഞ്ഞെടുത്താലോ അത് ക്ലിയറായി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഒരാളിങ്ങനെ വായുവിടെ പറന്നു പോണ് കണ്ടാലും ഈ പെട്ടുപോണ്ട, പിശാച് അവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാലും മതി. ഇപ്പൊ നാട്ടിൽ ഔല്യം എന്ന് വിചാരിക്കാം, ഒരു ഔല്യം വന്നു, എല്ലാവരും കൂടി പോയി കൂടി, നമ്മളൊക്കെ അവിടെ എതിർത്തു. പോലീസ് ആ ഔല്യം പറഞ്ഞു, ഞാൻ പറന്ന് കാണിച്ചു തരാന്ന്. ഇവിടെ ആനമങ്ങാട് അങ്ങാടി കൂടെ പറന്നു വിചാരിക്കാം, ഇന്നയാൾ ഔല്യം അംഗീകരിക്കണോ? വേണ്ട. ഇമാം ഷാഫി എന്നത് ഓനെ ഇബ്ലീസ് ഇങ്ങനെ താങ്ങിക്കൊണ്ടുപോകുന്ന വിചാരിച്ചാൽ മതി, അല്ലാതെ ഓനെ ഔല്യം വിചാരിക്കണ്ടെന്ന്. വെള്ളത്തിന് മേൽ നടക്കുന്നത് കണ്ടു, പെട്ടുപോണ്ട, പിശാച് അവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. പല തങ്ങന്മാരും കറാമത്ത് എന്താണ്? പുഴ നിറഞ്ഞിക്കുമ്പോൾ ഒരു ഇഴ നുള്ളിട്ട് ടൈം കൂടാണ്ട് അവിടെ കടന്നു പോയി എന്നാണ് പല കറാമത്തും പറയാം. അത് കണ്ടോണ്ടാവില്ല, മിക്കവാറും കേട്ടുമ്പോൾ കേട്ട് പോകുന്നതായിരിക്കും. ഞങ്ങൾ കണ്ടു വിചാരിക്കാം, എന്നാ അതുകൊണ്ട് മാത്രം അയാൾ ഔല്യം പറയാൻ പറ്റുമോ? ഇല്ല. പഴയ കാലത്ത് അറിയപ്പെട്ട പിഴച്ച ചില കക്ഷികളെ നേതാക്കന്മാരെ ഇസ്ലാമിക ഭരണകൂടം കൊല്ലാൻ വിധിച്ച സംഭവം കാണാൻ പറ്റും. എല്ലാ ബിദ്അത്തുണ്ടാക്കി മനുഷ്യന്മാരെ പഴപ്പിക്കുന്ന ഒരാളെ കൊല്ലാൻ ഇസ്ലാമിക ഗവൺമെന്റ് വിധി എഴുതി. അങ്ങനെ കൊടുന്നു. അയാളെ വാളുകൊണ്ട് വെട്ടിയിട്ട് യേശുന്നില്ല, കൗത്തിന് വെട്ടിയിട്ട് വാളാണ്ട് യേശുന്നില്ല, നല്ല മൂർച്ചുള്ള വാള്, പക്ഷെ മുറിയുന്നില്ല. അപ്പൊ നോക്കുമ്പോൾ കഴുത്തിങ്ങനെ മറ്റേ ഇരുമ്പ് മാറി നിൽക്കുക എന്നാണ്. അത് എന്താണ്? ഓനൊരു പരീക്ഷണമായിട്ട് അല്ല വെച്ചായിരിക്കും. ചിലപ്പോൾ ഒരു പരീക്ഷാർത്ഥം വെച്ചു. അപ്പൊ കാണണമെന്ന് ചോദിക്കും, ഇയാൾ പഴച്ചാളോ, ഇയാൾ വെട്ടിട്ട് യേശുന്നില്ലല്ലോ, അപ്പൊ ഇയാൾ വലിയ കറാമത്തുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും. അതിനു വേണ്ടി അല്ല പരീക്ഷണം വെച്ചതായിരിക്കാം. ദജ്ജാല് വരുമ്പോ അല്ല പരീക്ഷണം വെക്കും. ദജ്ജാല് വന്നിട്ട് വാദിക്കും, ഞാൻ പഠിച്ചവനാണ്, അപ്പൊ അല്ല എന്ന് മുഅ്മിനീങ്ങൾ പറയും. ഒരാളെ ദജ്ജാല് കൊന്നുകളയും, അവനെ വാളുകൊണ്ട് ഈർന്ന് 2 കഷ്ണമാക്കി പണ്ട് മലർത്തിടും. എന്നിട്ട് അടിക്കുടി അങ്ങനെ നടക്കുന്നതാണ്. എന്നിട്ട് വിളിക്കും, എണീക്ക് അറിയും, അപ്പോൾ എണീക്കും.
ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ റബ്ബാന്ന് മനസ്സിലായില്ലേ? ഈ മനുഷ്യൻ പറയും കള്ളൻ എനിക്ക് ഇപ്പൊ ഒന്നുകൂടി ബോധ്യപ്പെട്ടു. നീ കള്ളനാണ് കൂടുതൽ ബോധ്യമായി. അപ്പൊ വീണ്ടും അയാളെ കൊല്ലാൻ ശ്രമിക്കും, പക്ഷെ കൊല്ലാൻ കഴിയൂല. അപ്പൊ നേരത്തെ നടന്നതോ യഥാർത്ഥത്തിൽ കൊന്നതല്ല. ഒരാൾ ചോദിക്കും, നിന്റെ മരിച്ചുപോയ അമ്മാനും ബാപ്പാനും ഞാൻ ജീവിപ്പിച്ചേരാ, എന്നാ വിശ്വസിക്കും. എന്നാ വിശ്വസിക്കാം, എന്നാ വാ ഒരു ഖബർ കാണിച്ചോണ്ട് പറയും. ഇവനെയും കുട്ടി പള്ളിപ്പറമ്പ് കണ്ട് പോകും. ഏതാ എൻ്റെ അമ്മാൻ്റെ ഖബർ, ഏതാ വാപ്പാൻ്റെ ഖബർ ചോദിക്കും, കാണിച്ചു കൊടുക്കും. എണീകളാവുന്നത് ഇവൻ്റെ അമ്മയും വാപ്പാനെ വിളിക്കുമ്പോൾ നബി തങ്ങൾ പറയാം, അവന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ 2 ശൈത്താന്മാർ അവിടെ പ്രത്യക്ഷപ്പെടും. ഇവൻ എന്താ കാണുന്നത്? ബാപ്പ നീച്ചു വരികയാണ്, ഉമ്മ എണീറ്റ് വരികയാണ്. മോനെ വിശ്വസിച്ചോ, നമ്മ റബ്ബ എന്ന് പറയും. ഇങ്ങനത്തെ സഹായങ്ങൾ ചിലപ്പോൾ ശൈത്താൻ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് മാത്രം അത് ഔലിയാണെന്നോ മഹാനാണ് എന്നോ വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ സിദ്ധിയൊന്നും ആർക്കുമില്ല. ഇങ്ങനത്തെ ഇടപെടലുകൾ ചില മനുഷ്യന്മാരും പിശാചുകളും തമ്മിലൊക്കെ ഉണ്ടാവും. അല്ലാതെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ എല്ലാത്തിനും ജിന്നിന് സഹായമൊന്നും കിട്ടൂല. അങ്ങനത്തെ ഏർപ്പെടുന്നില്ല. പൈസ കടം ചോദിക്കാനോ സാധനം കൊണ്ടുവരാനോ പീടിയിൽ പോയി പറഞ്ഞേക്കാനോ അങ്ങനെ ഇങ്ങനെ നമ്മളൊരു നായിനെ വളർത്താൻ പോലെ വളർത്താൻ പറ്റിയ സാധനമല്ല ജിന്ന് എന്നുള്ളത്. ഇത് അവന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മനുഷ്യന്മാരെ സഹായിക്കുന്നത്. പിശാച് മനുഷ്യനെ സഹായിക്കണം എന്തിനാണ്? ഓനെ ഏജന്റിയാക്കി മാറ്റി അയാളിലൂടെ ഇവിടെ മനുഷ്യന്മാർ ശിർക്കിലേക്ക് കൊണ്ടുപോകണം. അതിന് ഓന് പറ്റിയൊരാളെ ഓൻ പിടിക്കും. അത് ചിലപ്പോൾ തങ്ങളെ പിടിക്കും, ബീവിനെ പിടിക്കും, ചിലപ്പോൾ ഒന്നുമില്ലാത്തവരെ പോയി പിടിക്കും. അതിലൂടെ ഒരുപാട് മനുഷ്യന്മാരെ ഈമാൻ തെറ്റിക്കാൻ പറ്റും. അതാണ് പിശാചിന്റെ ആവശ്യം. അല്ല ഇവിടെ നമ്മളെ സഹായിക്കലോ നമ്മുടെ പ്രശ്നം തീർക്കലോ ഓൻ്റെ ആവശ്യമല്ല. അപ്പൊ അങ്ങനെ സാധാരണ ജീവിതത്തിൽ മനുഷ്യന്മാരും ചെന്നാൽ നമ്മളിങ്ങനെ ഇടപെട്ടും കൊണ്ടും കൊടുത്തും അങ്ങനെ എല്ലായിടത്തും വന്നും പോയി അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. അങ്ങനെ രീതി അത് അല്ലാഹു തആല അതിനൊരു തടസ്സം വെച്ചിട്ടുണ്ട്. ആ നിയമത്തെ മറികടന്നുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് പിശാചുക്കളായ ആളുകൾ മനുഷ്യന്മാർക്ക് വന്ന് അവർക്ക് സഹായം കൊടുത്ത് അവരിലൂടെ മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ നോക്കുന്നു. അതാണ് അവിടെ നടക്കുന്നത്. അതാണ് ഇത്തരം എല്ലാ തട്ടിപ്പ് കേസിലും നടക്കുന്നത്. അല്ല നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ജിന്നുമായും ഒരു ബന്ധവും ഒന്നും തന്നെ ഇല്ല. ഞാൻ അങ്ങനെ വല്ല ജിന്നും പ്രത്യക്ഷപ്പെട്ട് ഞാൻ ജിന്നാണ് വലിയ സഹായമാണ് വെച്ചാൽ പോലും അഴുതുവില്ലാവിശ്വത്തോളം എന്ന് പറഞ്ഞ് ഒഴിവാകാന്നല്ലാതെ യാതൊരു ബന്ധവുമില്ല. പടച്ച റബ്ബല്ലാത്തൊരു പടപ്പിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അവിടെ പിടിക്കാൻ കാത്തിക്കാണ് ശൈത്താൻ. നമ്മളെ തൗഹീദിന് ലേശം തെറ്റാൻ കാത്തിരിക്കാണ് പിശാച്. അതുകൊണ്ട് അള്ളാഹുലേക്കല്ലാത്ത ഒരൊറ്റ വിളിയും, യാ അല്ലാ എന്നല്ലാത്ത ഒരൊറ്റ വിളിയും ഒരു ചിന്താഗതി പോലും മനസ്സിൽ വന്നാൽ ആ ചിന്ത ശൈത്താൻ ഉപയോഗിക്കും. അല്ലാഹുലേക്ക് ഒന്ന് പോയാലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് തോന്നൽ വന്നാൽ അവിടെ പിശാച് അയിമ കയറി പിടിക്കും. ഇന്നൊരു പോലെ ശിർക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ല. അല്ലാഹു അഅലം. ഓണാക്കിയമേ ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. വേണ്ട, മൈക്ക് വേണ്ട, ചോദിച്ചോളി. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സമാധാനം കിട്ടണില്ലേ? കാരണം എന്താണ്, നമ്മൾ ദൈനംദിനം നമ്മളിത് വിശ്വസിച്ചു അതുപോലെ ജീവിക്കുകയാണ്. അതിന് വിപരീതമായിട്ട് ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നും. അപ്പോൾ അവനോട് പറയുമ്പോൾ കുടുംബക്കാരനാണെങ്കിലും അനിയനാണെങ്കിലും അവൻ വേഗം പിണങ്ങും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ചില ആശയങ്ങൾ മനസ്സിൽ വരുമ്പോൾ ആ രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റുമോ എന്നതാണ് ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം, മൊത്തത്തിൽ മുസ്ലിങ്ങളെ എല്ലാ വീട്ടിലും പള്ളികളിലും ഒക്കെ കാണുന്ന ഒരു സുന്നികളും മുജാഹിദുകളും ഒക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യങ്ങളാണ് ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ വീട്ടിലും പള്ളികളിലും വെക്കാൻ പാടില്ല എന്ന് അങ്ങനെ മൗലവിമാർ പറയും. പക്ഷെ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കും അറിയില്ല. ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം ജീവനില്ലാത്ത ഒരു ആനയുടെ തത്തയുടെ ഫോട്ടോ വെച്ചാൽ അതിന് ജീവനുണ്ട് എന്ന് ഞാൻ സങ്കല്പിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കഴിവിൽ പങ്കു ചേർക്കലാണ്. അത് ശിർക്കായിരിക്കും. അതുകൊണ്ടായിരിക്കും
മനുഷ്യൻ്റെ ആയാലും ശരി, മൃഗത്തിൻ്റെ ആയാലും ശരി, പക്ഷിയുടെ ആയാലും ശരി, ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ പള്ളികളിലും വീടുകളിലും മുസ്ലിം വീടുകളിലും വെക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് സുന്നികളും മുജാഹിദുകളും അനുസരിച്ച് പോരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മരണപ്പെട്ടു പോയ ഒരാൾ. ഇപ്പോൾ മൊയ്ഹദ്ദീൻ സയ്യിദ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്നാലും വിളിച്ചാൽ കേൾക്കും, പ്രാർത്ഥിക്കും, ഉത്തരം കിട്ടും എന്നൊക്കെയാണ് സുന്നികളായ ആളുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അവരോട് പറയാം, എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, മൊഹിയുദ്ദീൻ സയ്യിദിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കുക. എന്നിട്ട് അപ്പോൾ അവർ പറയും, പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല, ഇസ്ലാമിൽ തെറ്റാണ്. എന്താ പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ആ ലക്ഷ്യം അവരോട് നമ്മൾ ചോദിക്കണം. അപ്പോൾ അവർ പറയും, അല്ല, ആ ഒരു പ്രതിമക്ക് മൊയ്യുദ്ദീൻ സയ്യിദിന് ജീവനുണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ അത് തൗഹീദിന് വിപരീതമാണെന്ന് അവർ പറയില്ലേ? അങ്ങനെ പറയും, ഇവരുണ്ടെങ്കിൽ പറയും. അപ്പോൾ നമ്മൾ പറയാം, മരിച്ചുപോയ ഒരാൾക്ക് അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും കേൾക്കാനും മറ്റും കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തരം നൽകാനും ഒന്നും കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ കഴിവുപെട്ടതാണ്. അതുകൊണ്ടാണ് അനേകം ഇബ്രാഹിം നബി, മൂസാ നബി, നമ്മുടെ മുഹമ്മദ് നബി, അതുപോലെ ഇന്ന് മറ്റു സമുദായങ്ങളുണ്ട്. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ ഈസാ നബിയുടെ, മറിയം ബീവിയുടെ, അതുപോലെ മറ്റ് സമുദായങ്ങളുടെ കുരങ്ങന്, ആന, പിന്നെ എല്ലാ അവരെ ആരാധന വസ്തുക്കളും അവർ ബിംബങ്ങളാക്കി വെച്ചിട്ട് അതിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കേൾക്കും, അത് ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടും എന്നൊരു സമാധാനം അവർക്കുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ മരണപ്പെട്ട മറ്റേ മൊയ്യുദ്ദീൻ സയ്യിദ് അല്ലെങ്കിൽ മമ്പർത്തെ തങ്ങളെ നമ്മളെ ആളുകളും പ്രാർത്ഥിക്കുന്നത്. അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അപ്പോൾ നമ്മൾ പറയുന്നത്, അങ്ങനെ മൊയ്യുദ്ദീൻ സയ്യിദിനും മമ്പർത്തങ്ങൾക്കും കഴിവുണ്ടെങ്കിൽ നിങ്ങളൊരു അവരെ ചിത്രം വരച്ചിട്ട് പള്ളിയിലോ വീട്ടിലോ വെക്കുക. എന്നിട്ട് അവരെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അത് തെറ്റാണോ ശരിയാണോ എന്നത് അവരോട് ചോദിച്ചിട്ട്, അപ്പോൾ അവർ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എവിടെയും വെച്ചിട്ടില്ല, അത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അതിന് സംഭവം എന്താണ്, മൊയ്യുദ്ദീൻ സയ്യിദിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ വരച്ചു വെച്ചു. അപ്പൊ ഞാനൊരു നിമിഷം അല്ലെങ്കിൽ വേറെ ആൾ നിമിഷം അതിന് ജീവനുണ്ട് എന്ന് കരുതൽ അള്ളാഹുവിൻ്റെ കഴിവിൽ ഞാൻ പങ്കു ചേർക്കലാണ്. അള്ളാഹുവിൻ്റെ കഴിവിൽ ഒരു ഞാൻ വരച്ച ആൾക്ക് അതിനുള്ള കഴിവുണ്ടുള്ള പങ്കു ചേർക്കലാണ്. ഇത് തന്നെയല്ലേ ശിർക്ക് എന്ന് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ഈ ചോദ്യം പ്രസക്താണോ എന്നുള്ളതാണ്. ശരി, അസ്സലാമു അലൈക്കും. ചോദ്യമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ആശയം അദ്ദേഹം നമ്മളിവിടെ പങ്കുവെച്ചത് മാത്രം. സംശയം ചോദിച്ചതല്ല. സാധാരണഗതിയിൽ ചെറിയ ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കാൻ പാടില്ല, ഫോട്ടോ വരയ്ക്കാൻ പാടില്ല എന്ന് ഒരുപാട് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അതിന് പല കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, പലപ്പോഴും ഇത്തരം ഫോട്ടോകളും പ്രതിമകളും തന്നെയാണ് ശിർക്കിന് കാരണമായി, അവയെ ആരാധിക്കാൻ കാരണമായി ഏത് കാലത്തും ഉണ്ടായിട്ടുള്ളത്. എവിടൊക്കെ അള്ളാഹു അല്ലാത്ത ആരാധിക്കുന്ന രീതിയുണ്ടോ അതിൻ്റെയൊക്കെ തുടക്കം ഏതെങ്കിലുമൊക്കെ ഒരാളുകളുടെ പ്രതിമയോ ഒരു ഫോട്ടോയോ ഒരു സ്മാരകമോ ഒക്കെയാണ് പലപ്പോഴും പിന്നീട് അവരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ജീവനുള്ള ഒന്നിൻ്റെയും ഫോട്ടോ വരയ്ക്കാൻ പാടില്ല, ആ ഫോട്ടോ തൂക്കിയിടാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സുന്നികളായ ആളുകൾ അങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കുന്നില്ല, ഫോട്ടോ ഉണ്ടാക്കി പ്രത്യേകം ഫ്രെയിം ചെയ്ത് വെക്കുന്നില്ല. പക്ഷെ അതൊക്കെ വരും കുറച്ച് കഴിയുമ്പോൾ. ഈ പോക്കാട് പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ വരും. ഇവിടെ ശക്തമായി അതിനെതിരെയുള്ള ഇത്തരം പ്രചാരണ പ്രവർത്തനം നടക്കുന്നതോടുകൂടി ആയിരിക്കാം അതൊന്നും വരാത്തത്. എന്നാലും ഇപ്പോൾ സ്ഥലത്തൊക്കെ ഇപ്പം ഇങ്ങനെ ഇപ്പം നാളെ ഒരു മുസ്ലിയുടെ പുസ്തകത്തിൽ കേട്ടു, CM മണവിൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് ഇളകളെ പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടു. അങ്ങനെ വരും. അപ്പം അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നമുക്കൊരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വിഷയം തന്നെയാണ്, ഒരു ചിന്തിപ്പിക്കാൻ പറ്റിയ വിഷയമാണ്. എന്തുകൊണ്ട് രൂപമുണ്ടാക്കി ചൂടാ എന്ന് ചോദിക്കാൻ പറ്റിയ വിഷയം തന്നെയാണ്. അപ്പം പാടില്ല എന്ന് പറയും. എന്തുകൊണ്ട് പാടില്ല? ഹദീസിന് പാടില്ല പറഞ്ഞു. അതേപോലെ ഹദീസ് പാടില്ല പറഞ്ഞാണ് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, സഹായം തേടാൻ പറ്റൂല. അവർ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ലോകത്തേക്ക് മാറി. മരിച്ചതോടുകൂടി ഒരാൾ ദുന്യാവുമായുള്ള ബന്ധം അവസാനിച്ചു. ഇനി അയാൾ ബർസഖി ലോകത്താണ്. അതുകൊണ്ടാണ് മരിച്ച ആള് എത്ര വലിയ ഔലിയപ്പാപ്പാണെങ്കിലും അദ്ദേഹത്തെ സ്വത്ത് കോരിയേക്കാലോ, അയാളെ സ്വത്ത് കോരിയേക്കാം, അയാളെ ഭാര്യനെ വേറാക്കി വിവാഹം കഴിക്കാം. എന്താ കാരണം? ഒരു മരിച്ചതെന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഒരു മഹാനായ മനുഷ്യൻ മരിച്ചു, അയാൾ മരിച്ചാലും എല്ലാം കാണും കേൾക്കും അറിയുമെന്നാണെങ്കിൽ അയാളെ ഭാര്യനെ വേറെ കെട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ അറിയില്ലേ?
നമ്മളെ കെട്ടിക്കണതും നമ്മൾ പുതിയ പോണതും മറ്റൊരൊപ്പം ജീവിക്കണതും ഒക്കെ ഇയാളിങ്ങനെ അറിയാൻ എത്ര വലിയ എടുക്കാറപ്പത് ഉണ്ടാവില്ലല്ലോ. അപ്പം മരിക്കുന്നതോടുകൂടി ദുന്യാവുമായുള്ള ബന്ധം അവസാനിച്ചു. പിന്നെ അവർ ബർസഖി ലോകത്താണ്. ആ ലോകത്ത് അവർക്ക് രക്ഷയും ശിക്ഷയും അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് മറ്റൊരു ലോകമാണ്. ഈ ലോകവുമായി ബന്ധപ്പെടാൻ അവർക്ക് യാതൊരു അവസരവും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ വരുന്നോ, ഇവിടെ കാണുന്നോ, അറിയുന്നോ, കേൾക്കുന്നോ ഒന്നും വിഷയിക്കാൻ നമുക്ക് വകുപ്പില്ല. അത് കഴിഞ്ഞു. ഇപ്പം ശുഹദാക്കന്മാരെ പറ്റി ഹദീസ് കാണാം. ശുഹദാക്കന്മാരോട് അല്ലാഹു തആല പറയും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക. അപ്പൊ അവര് പറയും, റബ്ബേ എന്ത് ചോദിക്കാനാണ്? ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിനക്ക് നീ അത്രയും വലിയ സൗകര്യങ്ങൾ നൽകി, ഇനി എന്താ ചോദിക്കാനുള്ളത്? അല്ലാഹ് പറയും, അല്ല നിങ്ങൾ എന്തെങ്കിലും ചോദിക്ക്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അങ്ങനെ ചോദിക്കാൻ അല്ലാഹു തആല ആവശ്യപ്പെടുമ്പോൾ അവസാനം വരെ ഒരു ആവശ്യം ഉന്നയിക്കും. എന്നാ പിന്നെ നിങ്ങൾ ഒന്നും കൂടെ ദുന്യാവിൽ പോയിട്ട് ഒന്നുകൂടെ ഷഹീദായിട്ട് വരാം. ഷഹീദിന് അത്രയും വലിയ കൂലിയാണ്. ആ കൂലി കണ്ടപ്പോ ഞങ്ങൾ ഒന്നുകൂടെ പോയിട്ട് ഷഹീദായിട്ട് തിരിച്ചു വരാം. അപ്പൊ അല്ലാഹ് പറയും, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല. അപ്പൊ ഷഹീദായ ആൾക്ക് അവരെ ഏക ആഗ്രഹം ഇവിടെ വന്ന് വീണ്ടും ഷഹീദായി പോകാൻ. അതിന് പോലും ഇങ്ങോട്ട് വരാൻ പെർമിഷൻ ഇല്ല. പിന്നെ നമ്മുടെ സോക്കേട് മാറ്റാനും നമ്മുടെ വിസ ശരിയാക്കാനും നമ്മുടെ ജോലി ശരിയാക്കാനും നമ്മുടെ കുട്ടികളെ കെട്ടിച്ചേരാനും ഒക്കെ വേണ്ടി ബദരീങ്ങളും അതേപോലെ എല്ലാ ശ്രോതാക്കന്മാരും ഇവിടെ വരാന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതൊരിക്കലും ഇല്ലാത്ത അസംബന്ധമായ ഒരു വിശ്വാസമാണ്. അതിന് ചില ന്യായങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്ന് മാത്രം. അങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കാനോ ഫോട്ടോ ഉണ്ടാക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ആ ഫോട്ടോ ആരാധിക്കപ്പെടും എന്നുകൊണ്ട് കൂടിയാണ് അത് പാടില്ല എന്ന് പറഞ്ഞത്. അതോടൊപ്പം ചിത്രം വരയ്ക്കുന്ന ആളാകുമ്പോൾ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനോട് അയാൾ സാദൃശ്യപ്പെടാൻ പരിശ്രമിക്കുന്നു എന്ന ഹദീസിൽ വന്ന പ്രയോഗമാണ്. അല്ലാഹുവിന്റെ പടപ്പിനോട് സൃഷ്ടിപ്പിനോട് ഇയാൾ സാദൃശ്യപ്പെടാൻ അയാൾ പരിശ്രമിക്കുന്നു. അതും പാടില്ലാത്ത കാര്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ് ഒരു ന്യായമായ കാര്യമാണ്. അല്ലാഹു അഅലം. ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നമ്മളെ കോഴിക്കോട് മിനിഞ്ഞാന്ന് നടന്ന ആദർശ സമ്മേളനത്തിൻ്റെ ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് പ്രചരിപ്പിക്കുന്നൊരു കാര്യം ഹാരിസ് മൗലയുടെ പ്രസംഗത്തെ സംബന്ധിച്ചാണ്. ഹാരിസ് സലീമിൻ്റെ വിവരക്കേടിന് മറുപടി എന്നുള്ള രൂപത്തിൽ ഒരു ചെറിയൊരു കുറിപ്പുണ്ട്. ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണോ ഇപ്പുറമാണോ എന്നാണ് ചോദ്യം. മനുഷ്യൻ നരകത്തിലെത്താനുള്ള കാര്യങ്ങളിൽ ചിലത് ചെയ്യാൻ പിശാചിന് അള്ളാഹു കഴിവ് നൽകി എന്നല്ലാതെ ഒരു ജിന്നിനും മനുഷ്യനെ അനുവദനീയമായ കാര്യങ്ങളിൽ സഹായിക്കാൻ അള്ളാഹു കാര്യകാരണ ബന്ധം നിശ്ചയിച്ചിട്ടില്ല. മനുഷ്യൻ്റെ വിളിക്കുത്തരം ചെയ്ത് സഹായിക്കാൻ മലക്കിനും അള്ളാഹു കഴിവ് നൽകിയിട്ടില്ല. നൽകിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ വിളിക്കൽ അനുവദനീയമായി. കാരണം അള്ളാഹു ഹറാമായ കാര്യത്തിന് മലക്കിനെ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ ഷിർക്കുമാണ്. ഹറാം എന്നൊരു വിധി കിട്ടില്ല. അതാണ് അതൊരു മഹാജഹാലത്താണ്. അങ്ങേയറ്റത്ത് വിവരക്കേടാണ് ആ ഒരു കുറിപ്പ് എന്നുള്ളത്. ഒന്ന് ഹറാമായ കാര്യത്തിൽ അല്ല മലക്കളെ പറഞ്ഞയക്കൂല എന്ന് നമ്മളെ ഒരു അസ്ല് വെച്ച് പറയാൻ പറ്റില്ല. അല്ല പറഞ്ഞയച്ചാൽ പിന്നെ ഹറാമില്ലല്ലോ. അല്ല പറഞ്ഞയച്ചാൽ ഹറാമുണ്ടോ? ഇല്ല. അത് നമുക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ല മലക്കളോട് പറഞ്ഞു. അപ്പൊ സുജൂദ് ചെയ്യാൻ ശിർക്കല്ലേ, അവിടെ സുജൂദ് ചെയ്യാൻ പറ്റുമോ വെച്ചാലോ? അല്ല കൽപ്പിച്ചാണ്, പിന്നെ ശിർക്കില്ല. അല്ല ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഇല്ല. സിഹിർ പഠിപ്പിക്കാൻ അല്ല മലക്കളെ പറഞ്ഞയച്ചു. സിഹിർ ചെയ്യാൻ പാടുണ്ടോ? സിഹിർ ചെയ്യാൻ പാടില്ലല്ലോ. സൂറത്ത് ബഖറ 102 ആയത്ത്, വമാ ഉൻസിലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത് വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. അല്ലാഹുവിന്റെ മലക്കുകളെ പറഞ്ഞയച്ചു, ഹാറൂത്ത് മാറൂത്ത്. എന്തിനാ പറഞ്ഞയച്ചത്? ബാബിലോണിയയിൽ വന്ന് ആളുകൾക്ക് സിഹിർ പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്തിന്? പരീക്ഷിക്കാൻ. ഓൻ ഈ സിഹിർ പഠിക്കാൻ പറ്റുന്നുണ്ടോ, ഓൻ ഇനി തയ്യാറാകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളെ പറഞ്ഞയച്ചാണ്. ഇന്ന് ആരെയും പഠിക്കാൻ വന്നാൽ ആ മലക്ക് പറയും, ഇത് കുഫ്റാണ്, കാഫിറാണ്, പണിയാണ്, ഇതിന് വരണ്ടാന്ന്. അതിനെ മറികടന്ന് ഒരുത്തം പഠിക്കാൻ വന്നാലോ അവനെ പഠിപ്പിച്ചു കൊടുക്കും. അത് അല്ല വെച്ച പരീക്ഷണമായി. അപ്പൊ ഒരു കുഫ്ര ചെയ്യാൻ അല്ല മലക്കിനെ പറഞ്ഞേക്കൂല എന്ന് പറയാൻ പറ്റുമോ? അത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി അല്ല വെച്ചത്. അല്ലാഹു തആല പലതരം പരീക്ഷകൾ വെക്കും. ഹറാമായ സംഗതി കൊണ്ടല്ല പരീക്ഷിക്കും. ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇസ്രായേൽ മക്കളോട്.
അല്ല പരീക്ഷിച്ചത് എങ്ങനെയാണ്? അന്ന് ചെന്ന് നോക്കുമ്പോൾ ഇഷ്ടംപോലെ മത്സ്യം വരാം. അന്ന് മത്സ്യം പിടിക്കൽ ഹറാം, പക്ഷെ അതിന് അവസരം കൊടുത്തുള്ള പരീക്ഷിച്ചു. ഇഹ്റാമിൽ കയറി കഴിഞ്ഞാൽ വേട്ടയാടാൻ പാടില്ല എന്നല്ല പറഞ്ഞു, ഹറാമാണ്. പക്ഷേ ഇഹ്റാമിൽ കയറിയവനെ വേട്ട മൃഗത്തെ കൊണ്ട് നാം പരീക്ഷിക്കും എന്നല്ല ഖുർആനിൽ പറഞ്ഞു. സഹാബിയൊക്കെ ഉണ്ടായത് ഇഹ്റാമിനെ കയറി ഇപ്പോൾ വേട്ടമൃഗമൊക്കെ പാടിങ്ങനെ പേര് കയ്യോണ്ട് ഇങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ മുന്നിൽ കൂടി പാഞ്ഞെടുക്കുക. പക്ഷെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ പിടിക്കുമല്ലേ എന്നല്ല, പരീക്ഷിക്കുകയാണ്. സൂറത്ത് ബഖറ 102 ആയത്തെ വിശദീകരണത്തിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഉദാഹരണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ന്യായമേ ശരിയല്ല. പിന്നെ വിളിച്ചാൽ വിളി കേട്ട് സഹായിക്കാൻ കഴിയുമോ? ഇപ്പം നേരത്തെ പറഞ്ഞ് എനിക്ക് വാദമാണ്, അത് മനുഷ്യന്മാർക്ക് കഴിയും. ആ വിളിക്കുന്ന പരിധിയിലുണ്ടെങ്കിൽ ഓരെ കേൾക്കാൻ പറ്റുമെങ്കിൽ, ഓരെ അറിയാൻ പറ്റുമെങ്കിൽ, ഓരെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതിൽ മനുഷ്യന്മാർക്കുള്ളൂ. അതിനപ്പുറത്തല്ലല്ലോ. അതിനെ ജിന്നിനുള്ളൂ, അതിനപ്പുറത്ത് ജിന്നിനുമില്ല. അപ്പം അതൊക്കെ വെറുതെ ഓരോരോ യുക്തി ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കണം. ഇപ്പം അതൊക്കെ നമ്മൾ വിളിച്ചാൽ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുണ്ടോന്ന്? അങ്ങനെ കഴിവ് ആർക്കുമില്ല, മനുഷ്യന്മാർക്കുമില്ല, ജിന്നിനുമില്ല, മലക്കിനുമില്ല, ഒന്നിനുമില്ല. എന്നാൽ ആ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു മനുഷ്യനുണ്ടെങ്കിലോ ചിലപ്പം കേൾക്കും, കേൾക്കാത്ത പോലെയോട് പോകും. ചിലപ്പോൾ കേൾക്കും, കേൾക്കാത്ത പോലെ പോകും. കഴിവില്ലാത്തതുകൊണ്ടാണോ? കഴിവൊക്കെ ഉണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ ഓ മൈൻഡ് ചെയ്യാതെ കൊണ്ട് പോയി. ചിലപ്പോൾ കേട്ടു, സഹായിച്ചു, പക്ഷെ ആ സഹായം ഉപകാരത്തിൽപ്പെട്ടില്ല. അങ്ങനെ ഉണ്ടാവൂലേ? ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി, നരിമുടി കെട്ടി മണ്ടി ചെന്നിട്ട് ഓനെടുത്ത് വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ ഓൻ മരിച്ചു. ഓൻ വന്നു, സഹായിച്ചു, പക്ഷെ ആ സഹായം കൊണ്ട് പ്രയോജനമുണ്ടായില്ല. ഇതൊരു വ്യവസ്ഥയാണ്. ഇത്തരം വ്യവസ്ഥകൾ ജിന്നുകൾക്കുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഭൂമി താമസിക്കുന്നത്, ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. ഒരു ജീവിതത്തിൻ്റെ എല്ലാ രീതികളും അവർക്ക് അത് വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്മാരുമായി ഇടപഴകാനോ അല്ലാതെ ചില മറകളെ നിശ്ചയിച്ചു. ആ മറ ഭേദിക്കൂല. പിന്നെ മറ ഭേദിക്കുമാര് പിശാചുക്കൾ. അല്ലാതെ നിയമം പാലിക്കൂല, ഒരു ഭേദിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരു സഹായിക്കുന്നത്, ജോലിസ്ഥലം സഹായിക്കുന്നത്, അതേപോലെ രംഗത്തൊക്കെ ഒരു സഹായം. ഇപ്പം ബദറിൽ വന്നു, ബദറിൽ മലക്കിറങ്ങി മുസ്ലിമീങ്ങളെ സഹായിക്കാൻ. ബദറിൽ ഇബ്ലീസ് ഇറങ്ങി, എന്തിന്? മുസ്ലിമീങ്ങളെ ധൈര്യം കൊടുക്കാൻ. ബദറിൽ ഇബ്ലീസ് വന്നല്ലോ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. ഇബ്ലീസ് വന്നു, മനുഷ്യരൂപത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു ബേജാറും വേണ്ട, എൻ്റെ ടീം ഫുഡ് നിങ്ങളൊപ്പം ഉണ്ടാവുന്നതാണ്. അവർക്ക് ധൈര്യം, നമുക്ക് പുറത്ത് സഹായം പലരുമുണ്ട്. ഫലമ്മ തറാഅൽ ജംആൻ, രണ്ട് സൈന്യം വേണ്ട ഒരുമിച്ച് കൂടിയപ്പോഴോ ഓൻ പിന്മാറിപ്പോയി. ഓൻ പറഞ്ഞെന്താണ്? നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നുണ്ട്, ഞാനില്ല. അതെന്താ? മലക്കുകളുടെ ആഗമനം ഇബ്ലീസാണ് കണ്ടപ്പോൾ രംഗം വിട്ടുകൊടുത്തത്. അവിടെ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഓഫർ ചെയ്തു, സഹായിക്കാം. അതൊരു വ്യവസ്ഥയാണോ? അത് വെച്ചൊരു കാരണമാണോ? അത് വ്യവസ്ഥ ഇല്ലാതെയാണോ? അത് വെച്ച വ്യവസ്ഥയാണ് ബദറിൽ വന്നത്. അംർ ഇബ്നു ലുഹൈയാണ് മക്കയിൽ ആദ്യമായി തൽബിയത്ത് മാറ്റിയാണ്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൽബിയത്താണ് നമ്മളൊക്കെ ചെയ്യുന്ന തൽബിയത്ത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന തൽബിയത്ത് ഇബ്രാഹിമിന്റെ തൽബിയത്താണ്. ആ തൽബിയത്ത് പിന്നീട് മക്കയിൽ മാറി. എങ്ങനെയാ മാറിയത്? അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന കാരണവർ കഅബയെ തവാഫ് ചെയ്യാണ്. അന്ന് ഖുസാഅ ഗോത്രമാണ് കഅബയുടെ കൈകാര്യകർത്താക്കൾ. ആ ഖുസാഅയിലെ ഏറ്റവും വലിയ കാരണവരാണ് അംർ ഇബ്നു ലുഹൈ. ഈ അംർ എന്ന കച്ചവടാവശ്യാർത്ഥം പല രാജ്യത്തേക്കും യാത്ര പോലുണ്ട്. യമനിലേക്ക്, സിറിയയിലേക്കും ഒക്കെ കച്ചവടത്തിന് പോണ ആളാണ് അംർ. മക്കക്കാരുടെ എല്ലാവരുടെയും ഷെയർ വാങ്ങും, ഈത്തപ്പഴമായും അതേപോലെ മറ്റു പലതായൊക്കെ ഷെയർ വാങ്ങി ആ ഷെയറുമായി പല രാജ്യത്തേക്കും പോയി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കി വരുന്ന ആളാണ് അന്ന് അംർ. അംർ അവിടുത്തെ എല്ലാമാണ് ഒരു ഘട്ടത്തിൽ. ഈ അംർ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ ഒരു നല്ല പ്രായമുള്ള നല്ലൊരു പരിചയമില്ലാത്ത ഒരു കാരണവരുണ്ട് അംറിന്റെ അപ്പുറത്ത് ഇങ്ങനെ തവാഫ് ചെയ്യണം. അപ്പൊ ഇയാൾ അംറിന് പരിചയമില്ല, കണ്ട പരിചയമൊന്നുമില്ല. അംറിനെ തവാഫ് ചെയ്യാണ്, ഇയാളും ഒപ്പം ഇങ്ങനെ തവാഫിൽ പോകുന്നുണ്ട്. അംർ തവാഫ് ചെയ്തപ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്നാണ് ചൊല്ലണത്. പക്ഷെ ഈ കാക്കാൻ തൽബിയത്തൊന്നും ചെറിയ വ്യത്യാസം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക് എന്നാണ് അയാൾ പറയുന്നത്. റബ്ബേ എനിക്ക് പങ്കുകാരില്ല, ഇല്ലാ ശരീകൻ ഒരു പങ്കുകാരൻ എനിക്കുണ്ട്, ഹുവ ലക
അവൻ നിനക്കുണ്ട്, വേറെ പങ്കുകാരൊന്നുമില്ല. അപ്പൊ അമ്രു വെച്ച് എന്താ ചെല്ലണോ ചോദിച്ചു. അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടെന്നോ, എന്താ ഈ പറയണത് ചോദിച്ചു. അപ്പയാളെ പറഞ്ഞു തംലിക്കുഹു വമാ മലക് വലാ ബഅസ ബിദാലിക്. സ്വയം കഴിവില്ല, അയാൾക്ക് സ്വന്തമായി ഒന്നുമില്ല, അല്ല കൊടുത്ത കഴിവേ ഉള്ളൂ, അതിന് കുഴപ്പമില്ലല്ലോ ചോദിച്ചു. അപ്പൊ അമ്ര കൊടുത്ത കഴിവുള്ളൂ, എന്നാ കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാന്ന്. കുഴപ്പമില്ല സമ്മതിച്ചു ചോദിച്ചോ, സമ്മതിച്ചോളൂ, എന്നാ നിങ്ങൾ ചൊല്ലിക്കൂടെ അങ്ങനെയാണ്. അപ്പൊ അമ്ര് തൽബിയത്ത് മാറ്റി, ഇല്ലാ ശരീക്കൻ ഹുവലക തംലികു വമാ മലക എന്ന് അമ്ര് ചൊല്ലി. അമ്ര് ചൊല്ലിയപ്പോഴോ നാട്ടിലൊക്കെ മാറ്റി. കാരണം അവിടുത്തെ എല്ലാം അമ്രാണ്. അമ്ര് തൽബിയത്ത് മാറ്റി, അപ്പൊ നാട്ടിലും മാറ്റി. പിന്നെ തലമുറകൾ പിന്നിട്ട്, നൂറ്റാണ്ടുകൾ പിന്നിട്ട് ആ പിഴച്ച തൽബിയത്ത അവിടെ ചൊല്ലിപ്പോകുന്നത്. നബിതങ്ങൾ മക്കയിൽ വരുന്ന കാലത്ത് ഈ തൽബിയത്ത് അവിടെ ഉള്ളത്. ഇല്ലാ ശരീക്കൻ എന്ന് പറയുന്ന മുമ്പ് ഒരു പറയും ലാ ശരീക്കനക്ക്. അപ്പൊ നബി പറയും അവിടെ നിർത്തി, ബാക്കി പറയില്ല. പക്ഷെ ഒരു ബാക്കി പറയും. ഈ ഒപ്പം പോയ ആള് ഇബ്ലീസ് എന്ന് പറഞ്ഞു. ഈ ഒപ്പം ത്വാഫ് ചെയ്ത ആള് ഇബ്ലീസ് ആയിരുന്നു. അപ്പൊ ആ ഒറ്റ ചെയ്തുകൊണ്ട് നൂറ്റാണ്ടുകൾ മനുഷ്യന്മാർ ശിർക്കിലേക്കാണ് പോയി. അപ്പൊ അതൊരു സിസ്റ്റമാണോ, വ്യവസ്ഥയാണോ? അങ്ങനെ വ്യവസ്ഥ ഉണ്ടോ? അങ്ങനെ വ്യവസ്ഥ ഉണ്ട്. അതിന് വ്യവസ്ഥ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത്തരം ഇടപെടലുകൾ നടത്താൻ അല്ലാഹ് വെച്ചോട്ട സിസ്റ്റമുണ്ട്. ആ സിസ്റ്റപ്രകാരം അവൻ കാണുകയും കേൾക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന മേഖല ഉണ്ടാവും, അതും ചെയ്യും. അതായത് വിളിച്ചാൽ വിളി കേട്ടുത്തരം ചെയ്യാൻ കഴിവുണ്ടോ ചോദിച്ചാൽ അങ്ങനെ കഴിവിടെ ആർക്കില്ല. ഒരു അല്ലാഹ് കൊടുത്ത കഴിവ് എന്താണോ, കാഴ്ച എന്താണോ, അറിവെന്താണോ, കഴിവെന്താണോ അതാർക്കും ഉപയോഗിക്കാം. അതിന് തടസ്സം വന്നാലോ അത് അവസാനിച്ചു. ആ തടസ്സമാണ് മരണം. മരിച്ചാലോ അത് കഴിഞ്ഞു, പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതാണ് ഇതിലുള്ളത്. മറ്റൊക്കെ വെറുതെ ചില കുരുട്ട് ന്യായങ്ങൾ പറഞ്ഞ് വിശ്വാസാക്കൽ മാത്രമാണ് അവിടെ. നമ്മളെ സംബന്ധിച്ച് ഒറ്റതേ ഉള്ളൂ. ഏറ്റവും കാര്യത്തിൽ വിശ്വസിച്ചാൽ വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഒരു മടപ്പിനുമില്ല, ഔലിയാക്കന്മാർക്കില്ല, അമ്പിയാക്കന്മാർക്കില്ല, മലക്കിനുമില്ല, ജിന്നിനുമില്ല, ആർക്കുമില്ല. ഏത് സൃഷ്ടിക്കും അല്ലാഹ് വെച്ച സിസ്റ്റം എന്താണോ ആ സിസ്റ്റം പ്രകാരം ഒരു ജീവിക്കുന്നു. ആ സിസ്റ്റങ്ങൾക്ക് അതീതമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് തൗഹീദിന്റെ ബേസ്. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അവ്യക്തതക്കും ആവശ്യമില്ല. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും. ഈ എനിക്ക് ചോദിക്കാനുള്ളതേ, ഇതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിധവി പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ കടന്നു വന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ തന്നെ നമുക്ക് സന്മാർഗത്തിലാക്കാൻ കഴിയില്ല. ഞാൻ ആരിഫ് ഉസ്താദിൻ്റെ ഒരു പ്രസംഗം കേട്ടു, നിസ്കരിക്കാത്തൊരു മനുഷ്യൻ്റെ ജനാസ നിസ്കരിക്കാനോ അവനെ കുളിപ്പിക്കാനോ അവനെ മറയാനോ ഒരു മുസ്ലിം സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ സ്വന്തം ഭാര്യയുടെ നിക്കാഹ് വരെ ഇല്ല എന്ന്. അപ്പം ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളെ വീട്ടിലുള്ള നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രണം വിട്ടു. ഇപ്പോൾ ചുരുങ്ങി പറഞ്ഞാൽ 40 തൗഹീദിലുള്ള ആൾക്കാർ നിസ്കരിക്കുക അത് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കളോട് നമ്മൾ വസിയത്ത് പറഞ്ഞാൽ തന്നെ ഭാര്യനോട് ആരോടെ പറയാം, മരിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ കയറ്റിയിട്ടാണ് നിൽക്കുക, വിദേഹത്തും ഖുറാഫാത്തും ചെയ്യണേ. ഇത്തരമുള്ള സാഹചര്യത്തിൽ ധാരാളം ആൾക്കാരുണ്ട്. കാരണം ഒരു മരത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യമല്ല, ഇതെന്താ ഇപ്പം ഇതിൽ നമ്മൾ ചെയ്യാം? നമ്മളെ ഈ രാജ്യത്ത് ഇപ്പോൾ ശരീരത്തിൽ നിയമമൊന്നും നടക്കൂലല്ലോ. അപ്പം അതൊന്നും വിശദീകരിച്ചാൽ തിരക്കില്ല. തീർച്ചയായും വളരെ ന്യായമായതും നമ്മളൊക്കെ ഏറെ എപ്പോഴും ചിന്തിപ്പിക്കുന്നതുമായ വിഷയം തന്നെയാണ് അത്. ഒരു കുടുംബത്തിൽ തൗഹീദുള്ള ഒരാളുണ്ടാവും, ചിലപ്പോൾ നാട്ടിൽ തന്നെ 1-2 ആളുകൾ ഉണ്ടാവും, ബാക്കി ആളുകളൊന്നും ഒരുപക്ഷെ അതിനോട് യോജിക്കുന്ന ആളുകളാകണം എന്നില്ല. അങ്ങനെയാണ് നമ്മളൊക്കെ മരിക്കുമ്പോൾ ബോധപൂർവം അവിടെ വന്ന് എല്ലാ ഖുറാഫാത്തും ചെയ്യാൻ അല്ലാത്തവരെക്കാൾ ഏറെ ആവേശപൂർവ്വം പലപ്പോഴും ആളുകൾ വരികയും ചെയ്യും. അവിടെ നമ്മുടെ ബാധ്യത 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, തൗഹീദുള്ള മനുഷ്യന്മാരുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കി വെക്കുക. തൗഹീദുള്ള ഒരു 40 ആള് പ്രാർത്ഥിച്ചാൽ അല്ലാഹ് സ്വീകരിക്കുന്നതാണല്ലോ. 40 ആള് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു 80 ആളോടെങ്കിലും നമുക്കൊരു ബന്ധം വേണമല്ലോ. അപ്പോഴേ മരിച്ചെന്ന് കേട്ടാൽ അതിന് 40 ആളെങ്കിലും ഓടിയെത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായി നമുക്ക് തൗഹീദ് കിട്ടി, നമ്മളെ മിണ്ടാതെ പെരയിൽ പോയിരിക്കില്ല, അപ്പൊ ഒരു മനുഷ്യൻ അറിയില്ല. അതിനാണ് തൗഹീദിന്റെ കൂട്ടായ്മകൾ, തൗഹീദുള്ള പള്ളികൾ, തൗഹീദുള്ള ആളുകൾ, അവരുമായൊക്കെ ബന്ധപ്പെട്ടും അവരെ കൂടെ കൂടിയും അവരെ ഇടയിലുണ്ടാവും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു പക്ഷെ ഓൻ വേറെ നാട്ടിലെ കടയിൽ പോലും അല്ലാഹു മഗ്ഫിർ അല്ലാഹു റഹ്മഹു എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുറച്ച് മുവഹിദീങ്ങൾ നമുക്കുണ്ടാവും.
അതാണ് ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുക, അത്തരം തൗഹീദിന്റെ പള്ളികൾ നമ്മൾ സജീവമായിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ നമ്മൾ സജീവമായി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് സംഭവിച്ചാൽ നമ്മൾ മരിച്ചു എന്നറിഞ്ഞാൽ അവിടെ ഇടപഴകാനും അവിടെ നമുക്കിവിടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും അവരൊക്കെ ഉണ്ടാവും. രണ്ടാമത്, നമുക്ക് ചെയ്തു വെക്കാൻ പറ്റാവുന്ന മേഖലകളിൽ നമ്മുടേതായ വസിയത്തുകൾ നമ്മൾ പറഞ്ഞു വെക്കുക. ഞാൻ വസിയത്ത് ആരും പാലിച്ചില്ല, നമുക്ക് ഉത്തരവാദിത്തമില്ല, നമ്മൾ ചെയ്യാതെ ചെയ്തു. ഇപ്പൊ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മരിച്ചാൽ മറ്റുള്ളവർ വാവിട്ട് കരഞ്ഞാൽ ഈ മരിച്ചാൽ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞുകൊടുത്ത് ശറഹ് നൽകിയത്. അങ്ങനെ നമ്മൾ മരിച്ചാൽ എൻ്റെ ബാക്കിയുള്ളവർക്ക് ഇവിടെ കൂടി നിലയും വിളിയും കൂട്ടി ഭയങ്കര ആർത്ത് വിളിക്കും എന്ന് എനിക്ക് അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വസിയത്ത് ചെയ്യണമെന്നാണ്. വസിയത്ത് ചെയ്തില്ലെങ്കിൽ ഒരു കരഞ്ഞാൽ എനിക്ക് ശിക്ഷയുടേതായ അർത്ഥം. അപ്പൊ അത് അത്തരം വഴികളെ മുമ്പിൽ കാണുന്നുവെങ്കിൽ നമ്മളവിടെ വസിയത്ത് പറഞ്ഞു വെക്കുക. ആ വസിയത്തൊന്നും പാലിക്കപ്പെട്ടില്ല, അതാണ് നടപ്പാക്കിയില്ല, നമുക്ക് കുറ്റൊന്നുമില്ല. ഇനി ഒരാൾ അതൊന്നും നമ്മൾ മരിച്ചു, നമ്മളെ മയ്യത്തോടെ മറവ് ചെയ്തില്ല, നമുക്ക് കുറ്റുണ്ടോ? നമ്മളെ മയ്യത്തോടെ കുളിപ്പിച്ചില്ല, കഫൻ ചെയ്തില്ല, നിസ്കരിച്ചില്ല, മറവ് ചെയ്തില്ല, നമുക്കൊരു കുറ്റമുണ്ടാവോ? അത് ബാക്കിയുള്ളവർക്കാണ് ഉത്തരവാദിത്തമുള്ളത്. എന്നാൽ അങ്ങനത്തെ ഷിർക്കുകൾ, ഖുറാഫാത്തുകൾ, ബിദ്അത്തുകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നിടത്ത് കൃത്യമായി എല്ലാം രേഖപ്പെടുത്തി വെക്കുക. ഞാൻ മരിച്ച ഇന്നതൊക്കെയാണ് വേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ഇന്നത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ കൃത്യമായി പറഞ്ഞേൽപ്പിക്കുക. ചിലപ്പോൾ ആരും മൈൻഡ് ചെയ്യൂല, അതൊക്കെ ഇപ്പോൾ വസിയത്തൊക്കെ ഉണ്ട്, അതൊന്നും നോക്കണ്ട എന്ന് പറയും. അത് പോലും പഠിച്ചോണായിക്കോട്ടെ, അത് നമുക്ക് ഉത്തരവാദിത്തമില്ല. അതേസമയം ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും നമ്മളെ പറ്റിയൊന്നും മുന്നിട്ടില്ല, നമ്മളെ നിർദ്ദേശം കൊടുത്തിട്ടില്ല, ഇന്നലെ ഉണ്ടായും ചെയ്തു. അപ്പം നമുക്കൂടെ അതിൽ ഒരു വിഹിതം ഉത്തരവാദിത്തം നമുക്കുമുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും തൗഹീദുള്ള മനുഷ്യന്മാരുമായി ബന്ധം സ്ഥാപിക്കുക, തൗഹീദിനെ കൂട്ടായ്മയിൽ നമ്മൾ ഭാഗവാക്കാവുക, തൗഹീദിൻ്റെ പള്ളികൾ, കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ നമ്മളൊരു സാന്നിധ്യം എപ്പോഴും ഉണ്ടാവുക, എല്ലാ മനുഷ്യന്മാരും അതൊക്കെ നല്ല സ്നേഹബന്ധം നിലനിർത്തുക. നമ്മൾ തന്നെ തമ്മിൽ വിചാരിക്കേണ്ടതും അങ്ങനെ തൗഹീദുള്ള മനുഷ്യൻ മരിച്ചു എന്ന് കേട്ടാൽ നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും എങ്ങനെയൊക്കെ ഒന്ന് അവിടെ എത്തി ഒരു മയ്യത്ത് നിസ്കരിക്കാൻ, ഒന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കെ ഒരു സമയം കണ്ടെത്തണമെന്നൊരു മനസ്സ് നമ്മളെല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യാം. അയാൾ മരിച്ചു എന്ന് കേട്ടാൽ നമുക്ക് അയാൾ അറിയില്ല, ആയിക്കോട്ടെ, എന്നാലും ഒരു തൗഹീദുള്ള മനുഷ്യനാണ്, ഒരു നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായി ആളാണ്. ഇപ്പം നമ്മുടെ വാട്സപ്പൊക്കെ ഉള്ളൊരു സുഖമാണല്ലോ, എവിടെ മരിച്ചാലും സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുവിധം ഗ്രൂപ്പിലേക്ക് വരും. നമ്മൾ ഇന്ന ശാഖൻ്റെ സെക്രട്ടറി, ഇന്ന ശാഖൻ്റെ ഒരു ഭാരവാഹി, ഇന്ന സ്ഥലത്ത് നമ്മുടെ പ്രവർത്തകൻ്റെ വാപ്പ, ഇന്ന സ്ഥലത്ത് നമ്മൾ ഒരു സജീവനായ പ്രവർത്തകൻ മരിച്ചു എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ അയാൾ പരിചയം ഉണ്ടാവില്ല. എന്നാലും മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു എന്ന് ദുആ നമ്മളൊക്കെ നിർവഹിക്കുക. അത് നമ്മുടെ കൂടി ബാധ്യതയായിട്ട് നമ്മൾ ഏറ്റെടുത്താൽ ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ റബ്ബിലേക്കാണല്ലോ. അള്ളാഹുവാണ് സ്വീകരിക്കുന്നവൻ, അള്ളാഹുവാണ് മാപ്പ് നൽകുന്നവൻ, അള്ളാഹുവാണ് വിചാരണ ചെയ്യുന്നവൻ. അതൊക്കെ നമ്മൾ റബ്ബിലേക്ക് വിടാം. നമ്മൾ ചെയ്യാനുള്ള ബാധ്യത എന്താണോ അത് ചെയ്തു വെക്കുക, ബാക്കി റബ്ബിലേക്ക് നമ്മൾ മടക്കുക. അപ്പോൾ നമുക്കെല്ലാം നല്ല ആഖിബത്ത് തൗഹീദോടെ, ഈമാനോടെ, തഖ്വയോടെ ജീവിക്കാനും ഈമാനെ മരിക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അവസാനിപ്പിക്കല്ലേ? ഓക്കെ, അൽഹംദുലില്ലാഹ്. ഏതായാലും കുറേ കാര്യങ്ങൾ ചർച്ചയിൽ വന്നു. അതൊക്കെ പരമാവധി നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. റെക്കോർഡിംഗ് ഉണ്ട്, അതുകൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ നമുക്ക് പറ്റും. അതൊക്കെ സ്വസ്ഥമായി ചെന്നിരുന്ന് വീണ്ടും വീണ്ടും കേട്ട് കൂടുതൽ പഠനത്തിന് വേണ്ടി നമ്മളതിനെ ഉപയോഗപ്പെടുത്തുക. ഇനിയും ഇതേപോലുള്ള വേദികൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പല ഭാഗത്തൊക്കെ സംഘടിപ്പിക്കപ്പെടണം, അവിടേക്ക് എത്തിപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. മുഖാമുഖങ്ങൾ, ഖണ്ഡനങ്ങൾ, അതേപോലെയുള്ള ദഅ്വ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഒരു ഇടപെടൽ സാമ്പത്തികമായോ ശാരീരികമായോ പ്രാർത്ഥന കൊണ്ടോ ഒക്കെ ഇത്തരം നന്മയുടെ പ്രയാണങ്ങളിൽ ഞാനുമുണ്ട് എന്നൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എല്ലാ നന്മയിലും നമ്മൾ ഭാഗവാക്കാവണം. ഒന്നിച്ച് ഒരു ടീമായി, ഒരു കൂട്ടായ്മയായി ഈ കൂട്ടായ്മയുടെ കീഴിൽ നമുക്ക് അണിനിരക്കാൻ സാധിക്കണം. നമ്മുടെ മക്കളെ ദീനിയായി നമ്മൾ വളർത്തണം. അങ്ങനെ തൗഹീദുള്ള ഒരു കുടുംബാന്തരീക്ഷം, തൗഹീദുള്ള ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക. തഖ്വ ജീവിതത്തിനെ ഭാഗമാക്കി മാറ്റുക. ഇബാദാത്തുകളിൽ ശ്രദ്ധ വെച്ച് പുലർത്തുക. സത്യം മാത്രം പറയുക, കളവ് പറയാതിരിക്കുക. ഗീബത്തും നമീമത്തും പകയും വിദ്വേഷവും അസൂയയും പൊങ്ങച്ചവും എല്ലാം ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുക. എല്ലാ അർത്ഥത്തിലും നന്മയിലൂടെ മാത്രം സഞ്ചരിക്കുക. എല്ലാ നന്മയിലും ഭാഗവാക്കാവുക. ആയുസ് വളരെ കുറച്ചേ ഉള്ളൂ. എപ്പോൾ മരിക്കേണ്ടി വന്നാലും ഈമാനോടെ മരിക്കാൻ നമുക്ക് പറ്റണം. സ്വർഗത്തിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ദുനിയാവ് ഇങ്ങനെ കഴിഞ്ഞു പോകും.
അതിനിടയിൽ എപ്പോഴോ മരണപ്പെട്ട് നരകത്തിലേക്കാണ് നമ്മുടെ അന്ത്യയാത്രയെങ്കിൽ നമ്മേക്കാൾ നഷ്ടപ്പെട്ടവർ മറ്റാരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു നിർബന്ധ ബുദ്ധി, എപ്പോൾ മരിച്ചാലും സ്വർഗത്ത് പോകണം, സ്വർഗം കിട്ടണം എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവണം. നമ്മുടെ അമല് കൊണ്ടൊന്നും ഒരിക്കലും സ്വർഗം കിട്ടാൻ മാത്രമുള്ള ഒന്നും നമ്മുടെ കൈവശമില്ല. അള്ളാഹിൻ്റെ ഫളലാണ്, റഹ്മത്താണ് നമുക്കുള്ള ഏക പ്രതീക്ഷ. ആ ഒരു റഹ്മത്ത് നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം.